الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم، سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم، والآل والصحب ثم التابعين فهم أهل التقى والنقى والحلم والكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم، وأعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري، يا مطلب الحاجات خواجة سنجري. يا صاحب المدبور كل حافظي، يا مطلب الحاجات سيم الولي. ആദരണീയരായ ഈ നാടിൻ്റെ ആത്മീയ നേതൃത്വമായ അബ്ദുസ്സലാം ഉസ്താദ് അവറുകളെ, മറ്റു പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെയും മറ്റു പള്ളികളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, യുവ സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ, സ്വലാത്ത് ഹൽഖകളുടെ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഇൽമിൻ്റെ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ,
സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മഹല്ലത്തിൻ്റെ മദ്രസകളുടെ സംരംഭങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും അവരെയും അവൻ്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ എല്ലാ മജ്ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസുകളായി അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെയേറെ മഹത്വമുള്ള ഒരു മജ്ലിസിലാണ് നാം ഉള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഈ സമയത്തിൻ്റെ മഹത്വം വളരെ ചെറിയ വാക്കുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തി. ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല മാസം, ഏറ്റവും നല്ല സദസ്സ്, ഈ വിശുദ്ധമായ മജ്ലിസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരിക്കാൻ നൽകിയ ഭാഗ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ച പരിശുദ്ധരായ നമ്മുടെ എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വർഗം പഠിപ്പിച്ചത്, നരകം ബോധ്യപ്പെടുത്തിയത്, അള്ളാഹുവിനെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തിയത്, ഖുർആൻ നമുക്ക് എത്തിച്ചു തന്നത്, നമുക്ക് എല്ലാ വഴികളും തുറന്നു തന്ന നേതാവാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ സ്വർഗത്തിൽ അതിൻ്റെ നന്മകളും അതിൻ്റെ അജായിബുകളും അതിൻ്റെ കൗതുകങ്ങളും ഒക്കെ പഠിപ്പിച്ചു. സ്വർഗം എന്ന് പറഞ്ഞാൽ വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ, ആഗ്രഹിക്കുന്നത് മുഴുവനും നൽകപ്പെടുന്ന, കൊതിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഇടമാണ് സ്വർഗം. അവിടെ സ്വർഗത്തിൽ ചോദിച്ചാൽ കിട്ടാണ്ട് കൂല. ഒരാൾക്ക് നിന്നിട്ട് പഴം തിന്നാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ മരത്തിൻ്റെ മേലെ കയറേണ്ടതില്ല. ഇപ്പോൾ ഒരു വലിയ ഹാജിയാർ, അയാൾക്ക് ആയിരക്കണക്കിന് തെങ്ങുകളുണ്ട്. ഒരു കരിക്ക് കുടിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ നാട്ടിൽ കരിക്കെന്നല്ലേ പറയൽ, അത് കഴിക്കണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞാൽ അയാൾ തെങ്ങിൻ്റെ മേലെ കയറുന്ന ഒരാളുടെ സഹായം വേണം. അയാൾ നാട്ടിലില്ലെങ്കിൽ ഈ ഹാജിയാർ കരിക്ക് കുടിക്കൂല. 1000 തെങ്ങുണ്ടായിട്ടും കാര്യമില്ല, ഇതിനെ മേലെ കറങ്ങിയാൽ കഴിയില്ല. സ്വർഗത്തിൽ അങ്ങനെയല്ല. കുടിക്കണമെന്ന് തോന്നിയാൽ മതി, കരിക്ക് ഇങ്ങോട്ട് വരും. പഴത്തിൻ്റെ കൊമ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇരുന്നിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇരുന്ന സ്ഥലത്തേക്ക് പഴമുള്ള കൊമ്പ് ചാഞ്ഞു വരും. കിടന്നിട്ടാണെങ്കിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പഴമുള്ള കൊമ്പ് ചെരിഞ്ഞു വരും. പറിക്കാൻ എഴുന്നേൽക്കേണ്ടതില്ല, മരത്തിൽ കയറേണ്ടതില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത സന്തോഷമുള്ള സ്ഥലമാണ് സ്വർഗം. അവിടെ ദുഃഖമില്ല, വലിയ സന്തോഷം, എന്തും കിട്ടും. വലക്കും ഫീഹ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹ മാ തദ്ദഊൻ, ആഗ്രഹിക്കുന്നത് മുഴുവനും. ആ പരിശുദ്ധമായ സ്വർഗത്തെ പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് 2 പ്രധാനപ്പെട്ട സ്വർഗങ്ങളെ ബോധ്യപ്പെടുത്തി. ഒന്ന്, പരിശുദ്ധ മദീനത്തുൽ മുനവ്വറയിലെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്രമത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത അൽ മുനവ്വറ, പ്രശോഭിതമായ നാട്, ആ മദീനത്തുൽ മുനവ്വറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഒരു പ്രത്യേകമായ സ്ഥലം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വിശ്വാസികളായ ആശിഖുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനയിലെത്തുന്ന ആളുകൾ, പരിശുദ്ധ മക്ക അല്ലാഹുവിടെ നമ്മെ എത്തിക്കട്ടെ. നിങ്ങൾ ഉറക്കെ ആമീൻ പറയണം. സദസ്സിന്റെ സന്തോഷമാണ് വഅളിന്റെ അല്ലെങ്കിൽ പ്രഭാഷണത്തിന്റെ ശരിയായ റൂട്ട് നിർണയിക്കുക. അതുകൊണ്ട് നിങ്ങൾ പരിസരത്തുള്ള ആളുകൾ സദസ്സിലേക്ക് വരിക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഇനിയിപ്പോൾ ആരും വന്നില്ല, എന്നാൽ വന്നാളെ മൂടോട്ടാക്കാൻ പറ്റില്ലല്ലോ. വന്നാളെ നന്മ വിചാരിച്ചിട്ട് വന്നല്ലേ. അതുകൊണ്ട് വഅളെന്തായാലും ഞാൻ പറയും, ബേജാറാണ്ട. മഹാനായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഒക്കെ വഅള് പറയാൻ വേണ്ടി നമ്മളെ കേരളത്തിലേക്ക് വന്നപ്പോൾ സ്വാഗതം പറയാനും ആളുണ്ടായിട്ടില്ല, ചൂടുവെള്ളം കൊടുക്കാനും ആളുണ്ടായിട്ടില്ല. എന്നിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ഇത്ര ആൾ വേണം നിർബന്ധമൊന്നുമില്ല. പിന്നെ കുറേ ആളുകൾ ഉണ്ടായാലും രണ്ടാളായാലും മൈക്കിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ ഒരേ ശബ്ദത്തിൽ പറയണം. അപ്പോൾ കൂടുതൽ മുഅ്മിനീങ്ങൾ കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ ഖൽബിൽ ലൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക്, ഒരാളെങ്കിലും നന്നായാൽ ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് മുആദേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് കുറെ ആളുകൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്റെ കൽബിൽ അതങ്ങ് തറച്ചാൽ അത് വലിയ ഉപകാരമാണ്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പരിസരത്ത് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ, ഞാൻ പറഞ്ഞു വന്നെ അതാ, ദൂരത്തുനിന്ന് നിന്നാലും വീട്ടിലിരുന്നാലും CD വാങ്ങിയാലൊക്കെ വഅള് കേൾക്കാൻ പറ്റും. പക്ഷെ സദസ്സിൽ ഇരിക്കുക എന്നതൊരു വലിയ ബറക്കത്താണ്. മജ്ലിസുൽ ഇൽം, ഇൽമിന്റെ മജ്ലിസിന് വലിയ പവറുണ്ട്. ഞാൻ പറഞ്ഞത് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്, നബി സല്ലല്ലാഹു, എന്റെ വിഷയം തന്നെ മദ്ഹുർ റസൂലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മദീനയിലെത്തുകയാണ് എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആശിഖുകൾ. ആ ഹബീബായ തങ്ങളെ പ്രണയിച്ചുകൊണ്ട് മദീനയിലെത്തുന്ന ആളുകൾ, ഉംറക്ക് പോയ ആളുകൾ കൂട്ടത്തിലുണ്ടാവും, ഹജ്ജിന് പോയ ആളും ഉണ്ടാവും. പോകാത്തവർക്ക് എത്രയും പെട്ടെന്ന് എത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പോയവർക്ക് ഇനിയും എത്താൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആ പരിശുദ്ധമായ മദീനയിൽ നാം അങ്ങ് ഇറങ്ങുന്ന സമയത്ത് എത്തുമ്പോഴേ വാഹനത്തിൽ നിന്ന് നിർദ്ദേശങ്ങൾ ഇങ്ങനെ വരും. ദാ ഹബീബായ തങ്ങളുടെ മദീനയുടെ ഹറമ് തുടങ്ങുകയാണ്. സ്വലാത്ത് ചൊല്ലി മദീനയിലേക്ക് കടന്നുപോയി. മദീനയിലേക്ക് എത്തിയാൽ അവിടെ അങ്ങോട്ട് വാഹനത്തുനിന്ന് ഇറങ്ങുന്ന സമയത്ത് കാലി യഥാർത്ഥത്തിൽ വിശ്വാസിക്ക് നിലത്ത് വെക്കാൻ തോന്നൂല, നടക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കൽബിന്റെ ഉള്ളിൽ ഒരു വിറയലും വിങ്ങലും ഉണ്ടാകും. കാരണം ഈ നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 53 വർഷക്കാലം ജനിച്ച് ജീവിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ആ സമൂഹം ആട്ടിയോടിച്ചപ്പോൾ, അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ പ്രചരിപ്പിക്കാൻ ആ നാട്ടിനേക്കാൾ മറ്റൊരു നാടാണ് നല്ലത് എന്ന് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ അശ്ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ എന്ന് ബൈത്ത് ചൊല്ലി സ്വീകരിച്ച നാടാണ് മദീന. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് വളർത്തിയ നാട്, സ്നേഹിച്ച് സന്തോഷം കൊടുത്ത നാടാണ് മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സന്തോഷങ്ങളും പറഞ്ഞ നാടാണ് മദീന. ആ മദീനയിലേക്ക് നമ്മുടെ കാലങ്ങ് ഇറക്കി വെക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൽബിങ്ങനെ വിറക്കും. കാരണം ഈ നാട്ടിലൊരു വലിയ നേതാവുണ്ടായിരുന്നു.
ഇമാമു ദാരിൽ ഹിജ്റ മാലിക് റളിയല്ലാഹു അൻഹു, 4 മദ്ഹബുകളിൽ ഒരു മദ്ഹബിന്റെ ഇമാമും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആകുന്ന നമ്മുടെ ഇമാമിന്റെ ഉസ്താദുമായ മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ എത്രയോ വർഷങ്ങൾ ദർസ് നടത്തിയ മുദർരിസും മഹാനുമാണ്. ആ മാലിക് ഇമാം തങ്ങൾ മദീനയിൽ ഒരിക്കൽ പോലും ചെരുപ്പിട്ട് ചവിട്ടിയിരുന്നില്ല. ചെരുപ്പ് ധരിക്കാൻ വില കൊടുത്തു വാങ്ങാനില്ലാഞ്ഞിട്ടല്ല, ചെരുപ്പില്ലാഞ്ഞിട്ടല്ല, പിന്നെയോ എത്ര കൊടും ചൂടുള്ള സമയത്തും സൂര്യൻ തീതുപ്പുന്ന സമയത്തും മദീനയിൽ നടക്കുമ്പോൾ മാലിക് റളിയല്ലാഹു അൻഹു ചെരുപ്പ് ധരിക്കുന്നില്ല. ചോദിക്കുന്ന എന്തേ ഇമാം അവറുകളെ നിങ്ങൾ ചെരുപ്പ് ധരിക്കാത്തത്? മാലിക് ഇമാമിന്റെ മറുപടി, എന്റെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പള്ളിയിൽ ഈ നാട്ടിൽ കിടക്കുമ്പോൾ മാലിക് ഹബീബായ തങ്ങളുടെ മദീനയിൽ ചെരുപ്പിട്ട് നടക്കുകയോ മനസ്സ് വരുന്നില്ല, മനസ്സനുവദിക്കുന്നില്ല ചെരുപ്പിട്ടു ചവിട്ടാൻ. ഒട്ടകങ്ങൾ വീട്ടിലുണ്ട്, കുതിരയുണ്ട്, എപ്പോഴും അതിന്റെ മേലെ കയറി സഞ്ചരിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ മദീനയിൽ ഒട്ടകത്തിന്റെ മേലെ കയറുന്നില്ല, മദീനയിൽ ഒരിക്കലും കുതിരയുടെ മേലെ കയറി സഞ്ചരിക്കുന്നില്ല. മദീനയുടെ പുറത്തു പോകേണ്ട ദീർഘദൂര ഉള്ള യാത്രയാണെങ്കിൽ മദീനയുടെ അതിർത്തി വരെ ഒട്ടകത്തിന്റെ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് നടക്കുകയാണ്. അതിർത്തി കഴിഞ്ഞിട്ടാണ് അതിന്റെ മേലെ കയറുന്നത്. ചോദിക്കുന്ന എന്തേ തങ്ങളെ അതിന്റെ മേലെ കയറാത്തത്? മറുപടി ഒന്ന് തന്നെ, എന്റെ ഹബീബായ തങ്ങൾ താഴെ കിടക്കുമ്പോ മദീനയുടെ മണലുകൾ മാലിക്കിന്റെ കുതിരയുടെ കുളമ്പ് കൊണ്ട് ചവിട്ടിക്കാൻ അതിന്റെ മേലെ കയറിയിട്ടിരുന്നിട്ട് കുതിരയുടെ കുളമ്പ് കൊണ്ട്, ഒട്ടകത്തിന്റെ കുളമ്പ് കൊണ്ട് മദീനയുടെ മണല് ചവിട്ടിക്കാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ പ്രണയിച്ച സ്നേഹം തീർത്ത നാടാണ് മദീന. ആ മദീനയിലേക്കാണ് നമ്മൾ എത്തുന്നത്. ദൂരെ നിന്നേ കാണാണ് മദീനയുടെ പരിശുദ്ധമായ വലിയ മിനാരങ്ങൾ. വലിയ സന്തോഷം കൽബിൽ വരികയാണ്. പിന്നെയും അങ്ങനെ സ്വലാത്ത് ചൊല്ലി നടന്നു. ആ പള്ളിയിൽ ഒരു വാതിലുണ്ട്, ബാബുസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വാതിൽ നടക്കുമ്പോ സലാം പറഞ്ഞ് കയറാൻ വേണ്ടി ഒരു ഗേറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ അടുക്കലെത്തുമ്പോ ഖുബ്ബത്തുൽ ഖദറാ, പച്ചക്കുബ്ബ കണ്ണിൽ കാണുമ്പോ ആശിഖീങ്ങളുടെ കൽബങ്ങ് പൊട്ടിപ്പോകും. അവിടെ അങ്ങ് നടന്ന് ആ പള്ളിയിലേക്ക് കയറുമ്പോ നമ്മളിങ്ങനെ ഏത് സൈഡിലേക്ക് നോക്കിയാലും ഒരുപാട് നൂറുകണക്കായ ആളുകളുണ്ട്. തടിച്ചു കറുത്ത് വലിയ ആജാനുബാഹുവായ സുഡാനിയുണ്ട്, മെലിഞ്ഞ് തളർന്ന സോമാലിയക്കാരനുണ്ട്, വെളുത്തു ചുവന്ന യൂറോപ്യൻകാരനുണ്ട്, മെലിഞ്ഞുപോയ മലയാളിയുണ്ട്, എല്ലാവരുമുണ്ട്, പലരുമുണ്ട്. എല്ലാവരും ഒരേ ശബ്ദത്തിൽ അവരവരുടെ ഭാഷയിൽ പലതും പറയുന്നുണ്ടെങ്കിലും അധികം ആളുകളും സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. എല്ലാവരും ഹബീബായ തങ്ങൾക്ക് സലാം, സ്വലാത്ത് ചൊല്ലി സലാം പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഹബീബായ തങ്ങളവിടെ കുറെ അല്പം മുമ്പ് അവിടെയാണ് ഹബീബായ തങ്ങളെ റൗളയുള്ളത്. അങ്ങനെ നടന്ന് ഒരൽപ്പം മുമ്പിലെത്തുമ്പോൾ ഹദ്ദു മസ്ജിദുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളുടെ കാലത്തുള്ള പള്ളിയുടെ പരിധി നിർണയിക്കുന്ന തൂണുകൾ കാണുന്നു. പിന്നെയും ഒരൽപ്പം മുന്നോട്ട് നടക്കുമ്പോൾ നാം പള്ളി അപ്പുറവും പള്ളിയാണ്. നടുക്കൂടെ ഏകദേശം മുൻഭാഗത്തൂടെ നടന്നു പോകുമ്പോ ഇടതുഭാഗത്തൊരു വലിയ ശബ്ദം കേൾക്കുന്നു, വലിയ കോലാഹലം കേൾക്കുന്നു, ചിലപ്പോൾ അനിയന്ത്രിതമായ ശബ്ദം കേൾക്കുന്നു. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിന്ന് ശബ്ദമുയർത്താൻ പാടില്ല, ഖുർആനിന്റെ താക്കീതാണ്. ആയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അറിയാതെ മനുഷ്യൻ ശബ്ദമുണ്ടാക്കുകയാണ്. ഏതാണ് ആ സംഗതി എന്ന് ചോദിച്ചു നോക്കുമ്പോഴാണ് പറയുന്നത്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ ദിയാദിൽ ജന്നാഹ്. ഞാൻ താമസിക്കുന്ന വീട്, എന്റെ ഖബർ ഷരീഫ്, ഖുതുബ നിർവഹിക്കുന്ന മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ആരാമമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
ആ പരിശുദ്ധമായ സ്ഥലത്ത് 2 റക്അത്ത് നിസ്കരിക്കാൻ സലാം ചൊല്ലി വന്ന ആളുകൾ മുഴുവൻ അങ്ങോട്ട് തള്ളിക്കയറുന്ന തിരക്കാണ് കാണുന്നത്. അവിടെ പോലീസുകാരുണ്ട്, പട്ടാളക്കാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, കാവല് നിൽക്കുന്നു. ഓ സഹോദരങ്ങളെ, അവിടെ നോക്കുമ്പോ ചെറിയ ഒരു സ്ഥലമാണ്. പള്ളി മുഴുവനും ചുവന്ന പരവതാനി, അവിടെ പച്ചയോട് സമാനമായ ഒരു ചെറിയ കാർപ്പറ്റാണ് പിരിച്ചിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ ആ വഴിയിലൂടെ ഒന്നും കടത്താൻ പറ്റൂല, ഉള്ളിലൂടെ കയറിയിട്ട് പോകണം. അങ്ങനെ പോയ ആളുകൾ അവരൊരിക്കലും അതിന്റെ ഉള്ളിൽ കടന്നാൽ ലോകത്തെ ഏറ്റവും ചെറിയ സ്ഥലത്ത് എങ്ങനെ സുജൂദ് ചെയ്ത് നിസ്കരിക്കാം, അതവിടെ പോയാൽ കാണാം. വലിയ ചെറിയ ഇടയിലാണ് ആളുകൾ നിസ്കരിക്കുന്നത്. ഒരു സഫിൽ 2-3 ആളുകൾ നിൽക്കുന്ന കണ്ടീഷൻ. അങ്ങനെ നിസ്കരിക്കുന്നത് എന്തിന്? ഇത് സ്വർഗമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ കയറിയിട്ട് ഒരു 2 റക്അത്ത് എന്റെ റബ്ബിനെ നിസ്കരിച്ചിട്ട് എന്റെ റബ്ബിനോട് അവന്റെ അടുക്കലുള്ള സ്വർഗം ചോദിക്കണം. എന്റെ റബ്ബിനോട് അവന്റെ അടുക്കലുള്ള നരകത്തെ തൊട്ട് കാവല് ചോദിക്കണം. എന്റെ റബ്ബിനോട് എന്റെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ ആവശ്യപ്പെടണം. എന്റെ നാട്ടിൽ നിന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ സകല സങ്കടങ്ങളും അല്ലാഹുവിന്റെ മുമ്പിൽ ഹബീബായ തങ്ങളുടെ ഭാഗത്ത് ഹബീബായ തങ്ങളെ തവസ്സുലാക്കി ഈ സ്വർഗത്തിൽ നിന്ന് എന്റെ റബ്ബിനോടൊന്ന് പറയണമെന്ന് ചിന്തിച്ചിട്ട് ഇരുന്നിട്ട് കരയുകയാ. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരിലെ പോലീസുകാര് അവര് നമ്മളെ വലിക്കാതെ നമ്മൾ പുറത്തിറങ്ങൂല. ബാക്കിൽ നിന്നൊരു തള്ളു വരാതെ നമ്മൾ മനസ്സറിഞ്ഞ് പുറത്തിറങ്ങൂല. ഉള്ളിൽ കയറിയാൽ വിശപ്പറിയുന്നില്ല, ദാഹമറിയുന്നില്ല. അവിടെ സകലതും ലയിച്ചിട്ട് തീരെ ഖുർആൻ എടുക്കാതെ നാട്ടിൽ നിന്ന് പോയവനാണെങ്കിലും ഖുർആൻ എടുത്തിട്ട് നോക്കുകയാണ്. ഓതാൻ അറിയാത്തവനും ഖുർആൻ തുറന്നു നോക്കുന്നു. അവൻ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഞാൻ പറഞ്ഞത് ഇതൊരു സ്വർഗമാണ്. ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് പോകാൻ ലക്ഷക്കണക്കിന് രൂപ വേണം, 10,000 വേണം. അവിടെ എത്തിയാലോ കയറാൻ പ്രയാസമാണ്. കയറിയാലാണ് ഇറങ്ങാൻ മനുഷ്യന്റെ മനസ്സ് ബുദ്ധിമുട്ടിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, അവിടെ എത്തിയിട്ട് മനുഷ്യൻ കാണിക്കുന്ന ഉത്സാഹം കാണുന്നില്ലയോ? അതേ നേതാവ് പഠിപ്പിച്ച മറ്റൊരു ലോകം, മറ്റൊരു സ്വർഗമാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നah. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്നah. ഇൽമിന്റെ മജ്ലിസ് സ്വർഗീയ ആരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് നല്ല തുമനീനത്തോടെ ഇരിക്കുക. ഇരിക്കുന്ന ആളുകൾ നല്ല തുമനീനത്തോടെ ഹുദൂറുൽ ഖൽബോടെ, തടിപിടയും മനസ്സ് പറപടിയും ആകാതെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഹബീബായ തങ്ങളെ മദീന, ഞാൻ ഒന്ന് പറഞ്ഞത് മദീന മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഹബീബായ തങ്ങളുടെ ഹളറത്തിൽ ചാരത്താണ് ഇരിക്കുന്നത് എന്ന് ചിന്തിക്കുക. അല്ലാഹു നമ്മുടെ ഖൽബ് മദീനയിൽ എത്തിക്കട്ടെ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനുള്ളവന്റെ ഖൽബും ഈമാനും മദീന. മദീന മനസ്സിൽ കൊണ്ടുവരിക. നമ്മൾ ഇരിക്കുന്നത് മദീനയിലാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇറക്കി വെക്കണം ഈ സദസ്സിൽ നിന്ന്. എന്റെ റബ്ബത് തീർത്തു തരാതിരിക്കില്ല. കാരണം ഇത് സ്വർഗമാണെന്ന് പഠിപ്പിച്ചത്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സംസാരം മുഴുവനും നുബുവത്തിന്റെ വാക്കുകൊണ്ട് മാത്രം സംസാരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി ഇഷ്ടപ്രകാരം ഒന്നും പറഞ്ഞില്ല. ഹബീബായ തങ്ങളുടെ സ്വയേഷ്ടപ്രകാരം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ സംസാരിച്ച സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബായ തങ്ങളാണ് പറഞ്ഞത് മജ്ലിസുൽ ഇൽമിന്റെ മഹത്വം. അതുകൊണ്ട് പരിസരത്തുള്ള ആളുകളെ ഒന്നുകൂടി ഞാൻ ഈ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബായ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്ന യഥാർത്ഥ ആശിഖുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഓ സഹോദരങ്ങളെ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സലാം പറയാൻ വേണ്ടി നടക്കുകയാണ്. നടന്ന് നമ്മുടെ റൗള ശരീഫിന്റെ മുമ്പിലെത്തിയാൽ
ഹബീബായ തങ്ങളെ നമ്മൾ നേരിട്ട് മുമ്പിൽ നിന്ന് നിന്നിട്ട് ഹബീബായ തങ്ങളുടെ വജ്ഹിലേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. 4500 കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് ദിവസവും 5 തവണ സലാം പറയുന്ന ആശിഖായ മുഅ്മിനായ മനുഷ്യൻ 5 മീറ്ററിന്റെ ഉള്ളിൽ ഹബീബായ തങ്ങളെ കണ്ടുമുട്ടുകയാണ്. ആ രംഗം ഈമാനുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാ സഹോദര? മനുഷ്യന് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനായ മനുഷ്യൻ അവന്റെ ശരീരങ്ങളെക്കാൾ കടപ്പെട്ടു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഉടനെ ഈ കുട്ടിയെ ഖിബലയിലേക്ക് തിരിച്ചു പിടിച്ച് അവന്റെ കാതുകളിൽ ബാങ്കിന്റെ ശബ്ദത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിയതിന്റെ ശേഷം അതിന്റെ 2ാം പാർട്ടായ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകത്ത് ഈ കുട്ടിയുടെ ബാപ്പയാരാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഈ ജനിച്ച കുട്ടിയുടെ ഉമ്മാന്റെ പേര് പറയുന്നതിന് മുമ്പ്, ആ ഉമ്മാന്റെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങിയിട്ട് ശ്രവണപുടങ്ങളിൽ കേൾവി ശക്തി ഫിറ്റ് ചെയ്ത പടച്ച റബ്ബ്, ആ റബ്ബിന്റെ നാമം പറഞ്ഞ ഉടനെ ഇവന്റെ കാതുകളിൽ പറയുന്ന പേരേതാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര ബന്ധമാണ് ഈ കുട്ടിക്ക് ഹബീബായ തങ്ങളോട്, അത്ര ബന്ധമാണ് മുഅ്മിനായ മനുഷ്യൻ ഈ ഹബീബായ തങ്ങളോട്. ഇഖാമത്തിന്റെ വഴിയിൽ ഒരു തവണ ഇടത്തെ കാതിലും കേട്ടു. അങ്ങനെ 3 തവണ ജനിച്ച ഉടനെ അവൻ കേട്ടു. ദുനിയാവിന്റെ കശപിശ ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പേ കേട്ട പേരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങൾക്ക് ഇവന്റെ ശബ്ദം, ഇവന്റെ ഉറച്ച്, ഇവന്റെ എല്ലുകൾക്ക് ബലം വന്നു, ഇവന്റെ ചിന്തകൾ ഉറച്ച്, ഇവനൊരൽപ്പം തമ്മീസായി, ഇവനൊരൽപ്പം സന്തോഷത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത്, ഇവൻ നിസ്കാരം പഠിച്ച സമയത്ത്, ഇവൻ എല്ലാ ദിവസവും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു 5 തവണ നിസ്കാരത്തിൽ സഹോദരാ 9 അത്തഹിയാത്തുകളിൽ അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുബഹിക്ക് ഒരൊറ്റ അത്തഹിയാത്ത്, ബാക്കിയുള്ള അത്തഹിയാത്തുകൾ 8, അങ്ങനെ 9 അത്തഹിയാത്തുകളിൽ 5 വഖ്ത് നിസ്കാരത്തിൽ ഇവൻ നേരെ വിളിക്കുകയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിൽ 5 തവണ അവൻ വിളിച്ചിട്ടില്ലെങ്കിൽ അവന്റെ നിസ്കാരമില്ല. ഫർളായ അത്തഹിയാത്ത് 5 അതിൽ 1 ഒഴിവാക്കിയാൽ അവന് നിസ്കാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദിവസവും വിളിക്കുന്നു. ഹബീബായ തങ്ങളോട് ദിവസവും അതാ തന്റെ സ്നേഹബന്ധം അറിയിക്കുന്നു. ഹബീബായ തങ്ങളോട് സലാം പറയുന്നു. ഇതൊരു തവണയാണെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, തൊട്ട് ബാക്കിൽ സ്വലാത്തിന്റെ വചനങ്ങളിൽ ഹബീബായ തങ്ങളെ പിന്നെയും പറയുന്നു. ഇങ്ങനെ എപ്പോഴും ഒരു സഹോദര 18 തവണ 9 അത്തഹിയാത്തുകളിൽ അള്ളാഹുവിന്റെ ഹബീബിനെ പറയുന്നവനാണ് ഇവൻ. എവിടെ നിന്ന്? 4500 കിലോമീറ്റർ ഇപ്പുറത്തു നിന്ന് ഇപ്പൊ എത്തി നിൽക്കുന്നത് 4-5 മീറ്ററിന്റെ ഉള്ളിലാണ്. അങ്ങനെ വലിയ സന്തോഷമുള്ള സമയം. ഏതാണ് ഈ നേതാവ്? അള്ളാഹുവിനെ കണ്ടുവന്ന നേതാവ്. സാബ സാബിതുറ മിനസ്സുറാഇല സറാ ثانيا ما ثالثا بل ثاني الأمثال. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ആമുഖത്തിൽ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് നമുക്കൊരു സന്ദർശനം നടത്താം. ഏതാണ് ഈ ഹബീബ്? റജബ് 27 അന്ന് മിഅ്റാജിന് പോയപ്പോ അതേ കൂട്ടാളിയായി ഗൈഡായി പോയ
മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂട്ടി സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അങ്ങനെ പോയിട്ട് ഏഴാം ആകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്തൊരു പ്രത്യേകമായ സ്ഥലത്തെത്തി സിദ്റത്തുൽ മുൻതഹയിലേക്ക് കടന്നുപോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ലഇൻ ദനൗതു ഖദ്റൻ മുലതിൻ ലഹ്തറഖതു. നബിയേ, ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് വന്നാൽ ഞാൻ ഭസ്മമാകും നബിയേ. ഇനി എനിക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല. ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് ആരെയും കൂട്ടിന് കൂട്ടാതെ തന്റെ മഹത്വത്തിന്റെ പാദമുദ്ര പതിപ്പിച്ച് മടങ്ങി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശുർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. അങ്ങൊറ്റക്ക് പോയി അള്ളാഹുവിനോട് സംഭാഷണം നടത്തൂ നബിയേ എന്ന് പറഞ്ഞ് ലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിൽക്കുന്നു. ഓ ചെറുപ്പക്കാരെ, ശരിക്കും ആലോചിക്കണം. മലക്കുകളുടെ നേതാവായി വഹയിന്റെ സ്വാഹിബായി പരിചയപ്പെടുത്തുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനം തീരുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നു മദ്ഹു റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്ഥാനം അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനം അവിടെ തീരാണ്. അങ്ങോട്ട് വന്നാൽ ഞാൻ കരിഞ്ഞു പോകും. ഹബീബായ തങ്ങൾ അടുത്തടുത്തടുത്തു വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അമ്പും ബില്ലും അടുക്കുന്നതിനേക്കാളല്ല അതിനേക്കാൾ കൂടുതൽ അടുത്തു ഞാൻ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുമായി പോയി കണ്ടുവന്ന പരിശുദ്ധ നബുവത്തിന്റെ സ്വഹിബായ സയ്യിദുൽ വുജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലാ നിൽക്കുന്നത്. ഓ സഹോദരാ, സ്നേഹം വന്നതാ മദീനയിൽ നിന്ന്, കാരുണ്യം മുഴുവനും വന്നതാ മദീനയിൽ നിന്ന്, സൗഹാർദ്ദം മുഴുവനും വന്നതാ മദീനയിൽ നിന്ന്, മാനവികത സകലതും വന്നതാ മദീനയിൽ നിന്ന്, സ്നേഹവായ്പും കടാക്ഷങ്ങൾ സകലതും എത്തിയതാ മദീനയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാത്ത ഒരു വിഷയവും ലോകത്ത് കഴിഞ്ഞിട്ടില്ല, ലോകത്ത് വരാനുമില്ല. എല്ലാ വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിച്ചു. തന്റെ 23 വർഷത്തെ നബുവത്തിന്റെ കാലഘട്ടം കൊണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക്, ലോകത്തെ ഏറ്റവും വലിയ ചർച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനത്തിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കുറെ സമയം കഴിയുമ്പോ പകല് 14 മണിക്കൂർ, അപ്പൊ രാത്രി കുറയുന്നു. കുറെ കഴിയുമ്പോ രാത്രി 14 മണിക്കൂർ, അപ്പൊ പകല് കുറയുന്നു. അങ്ങനെ വല്ലാത്ത സമയമാറ്റങ്ങൾ സംഭവിക്കുന്നു. മാത്രല്ല, ഇവിടെ സമയം അതാ ഇവിടത്തെ വാങ്ക് കൊടുത്തിട്ട് ഇവിടെ സമയം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 10 മണിയായിട്ടുണ്ടെങ്കിൽ ഗൾഫ് നാട്ടിൽ UAE അടക്കമുള്ള രാജ്യങ്ങളിൽ 1.5 മണിക്കൂർ നമ്മേക്കാൾ അവർ പിന്നിലാണ്. സൗദി അറേബ്യയിലാണെങ്കിൽ 2.5 മണിക്കൂർ പിന്നിലാണ്. മലേഷ്യയിലും സിംഗപ്പൂരാണെങ്കിൽ നമ്മളെക്കാൾ 2.5 മണിക്കൂർ അവർ മുമ്പിലാണ്. മക്കയും മലേഷ്യയും തമ്മിൽ 5 മണിക്കൂറിന്റെ മാറ്റമാണ്. സഹോദരങ്ങളെ, സമയമാറ്റം മനുഷ്യന്റെ മനസ്സിൽ വലിയ ചിന്ത കോരിയിട്ടരാണ് അല്ലാഹു തആല. മുഫസ്സിറുകൾ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വമാണ്. അതെന്തേ കാരണം? നമ്മളിപ്പോൾ ഇവിടെ ഇശാ ബാങ്കിനെ കേൾക്കുമ്പോ ഇവിടെ നിന്ന് ഒരാൾ തുടങ്ങുന്നു, അടുത്ത സെക്കൻഡിൽ അപ്പുറത്തുനിന്ന് തുടങ്ങുന്നു.
ഓരോ സെക്കൻഡ് ഒരൽപ്പം അല്പം മാറി കിലോമീറ്ററുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോ സമയത്തിൽ വ്യതിയാനം വരുന്നു. ഉദയാസ്തമനത്തിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ ബാങ്കിന്റെ സമയത്തിന് മാറ്റമുണ്ടാകുന്നു. ഒരു 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു മിനിറ്റ് അങ്ങനെ കൂടി പോകുന്നു. ആകയാൽ സഹോദരങ്ങളെ, ഒരു സ്ഥലത്ത് ദുഹർ ബാങ്ക് കൊടുത്തിട്ട് പകുതിയാകുമ്പോഴാണ് അപ്പുറത്തുനിന്ന് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി നമ്മുടെ പരിസരങ്ങളിൽ എത്ര പള്ളിയുണ്ട്. കാസർഗോഡ് ജില്ല കഴിഞ്ഞ് കണ്ണൂര് കഴിഞ്ഞ് കോഴിക്കോട്, വയനാട്, മലപ്പുറം, തൃശ്ശൂർ അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്തേക്ക് കർണാടകയുടെ ഭാഗത്തേക്ക് കയറിയാൽ ഒരു ഭാഗത്ത് അങ്ങോട്ട് പോകുന്നു. മോനെ, ഒരു പള്ളിയിൽ നിന്ന് നിൽക്കുമ്പോൾ മറ്റൊരു പള്ളിയിൽ നിന്ന് തുടങ്ങുന്നു. ആകയാൽ 24 മണിക്കൂറിൽ 5 നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ ലോകത്ത് ഒരു സെക്കൻഡും മുറിയാതെ പറയപ്പെടുന്ന പേരേതാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളെ കുറിച്ചുള്ള ചർച്ച ലോകത്ത് മുറിയുന്നില്ല. അങ്ങയുടെ സ്മരണയെ, അങ്ങയുടെ കീർത്തിയെ, അങ്ങയുടെ പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമയമാറ്റം ലോകത്ത് അല്ലാഹു സംവിധാനിച്ചതിനാൽ ഹബീബായ തങ്ങളെ പേര് ഒരു സെക്കൻഡ് പോലും മുറിയാതെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ പറയപ്പെടുന്ന ഒരു നേതാവ് എന്തേ ഇത്രമാത്രം പറയപ്പെടാൻ, എന്തേ ഇത്രമാത്രം ഹബീബായ തങ്ങൾ സ്നേഹിക്കപ്പെടാൻ? ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച നാമം മുഹമ്മദ് എന്ന പേരാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മെസ്സേജ് ചെയ്യപ്പെടുന്ന നാമം മുഹമ്മദ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യപ്പെടുന്ന പേര് മുഹമ്മദ് എന്ന പേരാണ്. ആ പേരിന് അല്ലാഹു തആല ബഹുമാനം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിതത്താണ് ഖുർആൻ. ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ബൈബിളാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാടമാക്കുന്ന ഒരൊറ്റ ഹർഫിന് മാറ്റമില്ലാതെ, ഒരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ കാണാതെ പഠിക്കുന്ന ഒരു ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ ആളുകൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തായ പരിശുദ്ധ ഖുർആനാ. ഹബീബായ തങ്ങളുമായിട്ടുള്ള ബന്ധമാണൊക്കെയും മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ആകയാൽ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് സകല ഗുണങ്ങളും വന്നത്. എന്തേ ബഹുമാനിക്കപ്പെടാൻ കാരണം? 23 വർഷമല്ല 63 കൊല്ലവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത് അവിടുത്തെ ഇഷ്ടപ്രകാരമല്ല. സംസാരം ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചു സംസാരിച്ചു. ജീവിതം മുഴുവനും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ പരിശോധിച്ചോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ 63 വർഷത്തിൽ എവിടെയും മജ്ഹൂലായ ബ്ലാക്കായ ഒരു സംഭവമില്ല. 40 വയസ്സ് വരെ അങ്ങോട്ട് ജീവിച്ചു. എന്തോ തോന്നിയ പോലൊക്കെ അങ്ങോട്ട് ജീവിച്ചു. 40 വയസ്സാകുമ്പോ വേളങ്ങ് തുടങ്ങി. അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് വരെ അങ്ങനെ ജീവിച്ചു. എന്നിട്ട് 40 വയസ്സാകുമ്പോ ഹിറയിറങ്ങി വന്നിട്ട് പ്രഭാഷണം തുടങ്ങിയതല്ല. പിന്നെയോ ജനിച്ച അന്നു മുതൽ കാണുകയാണ് അത്ഭുതങ്ങൾ ജനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുമ്പോൾ തന്നെ സാബതടാകം, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സാബതടാകം വറ്റി വരണ്ടുപോയി. അനുശർവാന്റെ സിംഹാസനം തകിരികിടാ തലകുത്തി മറിഞ്ഞു. കഅബാലയത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ എടുത്തു വെച്ചിട്ട് നിൽക്കുന്നില്ല. റബീഉൽ അവ്വൽ 12-ന് കഅബാലയത്തിന്റെ ഉള്ളിലുള്ള വിഗ്രഹങ്ങൾ നേരെ നിൽക്കുന്നില്ല. ഒക്കെ തലകുത്തി മറിയുന്ന ആള് പറയുന്നൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങൾ ലോകത്തന്ന് സംഭവിച്ചു. ആളുകളൊക്കെ ആമിന ബീവിയുടെ മകന്റെ ജനനമാണ് ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് അന്ന് തന്നെ പ്രഖ്യാപിച്ചു. എത്രയോ വലിയ അത്ഭുതങ്ങൾ. അപ്പൊ ജനിക്കുന്ന അന്ന് മുതൽ ആളുകൾ ദർശിച്ചു. അല്ല 40 വയസ്സിൽ വന്നിട്ട് പറഞ്ഞതല്ല. ജനിച്ച അന്ന് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഈമാനിന്റെ പ്രസരണം ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഹബീബായ തങ്ങൾ വളർന്നപ്പോ എന്തൊരു സങ്കടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെറുപ്പകാലത്ത് ജനിക്കുന്നതിന് മുമ്പേ പള്ളയിൽ, ഉമ്മാന്റെ പള്ളയിൽ തന്നെ കിടക്കുമ്പോ ബാപ്പ മരണപ്പെടുന്നു. ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ സങ്കടം ചരിത്ര ഗ്രന്ഥങ്ങൾ പരിധി നോക്കൂ സഹോദരങ്ങളെ. ഏതു പെണ്ണും ഗർഭിണിയാകുന്നത് ആദ്യം അവൾ പറയാൻ താല്പര്യപ്പെടുന്നത് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിനോടായിരിക്കും.
ഏത് പെണ്ണും ഞാനൊരു ഉമ്മയാകാൻ പോകുന്നു എന്ന സന്തോഷത്തേക്കാൾ നിങ്ങളൊരു ബാപ്പയാകുന്നു എന്ന സന്തോഷമാണ് പറയുക. ഗർഭിണിയായ പെണ്ണ് ഞാൻ ഉമ്മയാകാൻ പോകുന്നു എന്നല്ല പറയുക, പിന്നെ നിങ്ങൾ ഒരു ബാപ്പയാകാൻ പോകുന്നു എന്ന സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു നാള് മാത്രമേ അബ്ദുള്ള കൂടെ താമസിച്ചുള്ളൂ റളിയല്ലാഹു അൻഹു. ആമിന ബീവിയോട് യാത്ര പറഞ്ഞ് ശാമിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ അമീറായി അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ചപ്പോ അത് മനസ്സോടെയാണ് ഏൽപ്പിച്ചതും ഏറ്റെടുത്തതും പോയതും. പോകുമ്പോൾ തന്നെ ആമിന ബീവിക്ക് വലിയ സങ്കടമായി. തിരിച്ചു വരുമ്പോ 2-3 മാസങ്ങൾ കഥ 1-2 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ സാധാരണഗതിയിൽ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആട്ടും പാട്ടൊക്കെ ഉണ്ടാകും. ആമിന ബീവിന്റെ പള്ളയിൽ കുട്ടി ജനിക്കുന്ന സന്തോഷം അബ്ദുള്ളയോടൊന്ന് പറയാൻ കാത്തു നിൽക്കുന്ന ആമിന അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ സന്തോഷത്തോടെ കച്ചവട സംഘത്തിന്റെ വരവ് കാത്തു നിൽക്കുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹാ ദൂരെ നിന്ന് കച്ചവട സംഘത്തെ കാണുകയാണ്. പക്ഷെ കച്ചവട സംഘത്തിന് ആട്ടുംപാട്ടൊന്നുമില്ല, വലിയ സന്തോഷമില്ല. അബ്ദുൽ മുത്തലിബ് മുറ്റത്തിറങ്ങിയിട്ട് ഒന്നുകൂടി മുന്നോട്ട് നീങ്ങിയിട്ട് കച്ചവട സംഘത്തെ സ്വീകരിച്ചു നോക്കുമ്പോ നേതാവായ അമീറായ അബ്ദുള്ളയെ കാണാനില്ല. ചോദിക്കുന്ന അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ള എവിടെ, മോനെവിടെ, അമീർ എവിടെ, നേതാവ് എവിടെ? തിരിച്ചു വരുന്ന സമയത്ത് വഴിയിൽ നിന്ന് പനി ബാധിച്ചിട്ട് യസ്രിബിൽ തങ്ങിയിരിക്കുകയാണ്. യാത്ര പറ്റൂല എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ മുത്തലിബിന്റെ മനസ്സൊന്ന് വേദനിച്ചു. ആമിന മകന്റെ ഭാര്യ ആമിന ഗർഭിണിയാണ്. ആ സന്തോഷം അറിയിക്കാൻ അവള് കാത്തു നിൽക്കുകയാണ്. പക്ഷേ അബ്ദുൽ മുത്തലിബിന് നേരിട്ട് പറയാൻ ഒരു സങ്കോചം, മനസ്സിലൊരു വിഷമം. അബൂ ത്വാലിബ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ത്വാലിബേ നീ പെട്ടെന്ന് പോകണം, നീ പെട്ടെന്ന് മദീനയിൽ പോയി യസ്രിബിൽ പോയിട്ട് അബ്ദുള്ളയെ എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ കൊണ്ടുവരണം, അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കണം. ആമിന ബീബി പിന്നെയും കാത്തു നിൽക്കാണ്. ഭർത്താവിനെ കൂട്ടാൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ പോയിട്ടുണ്ട്, പക്ഷെ വന്നില്ല. അബൂ ത്വാലിബ് യസ്രിബിലെത്തുമ്പോൾ, ഇന്നത്തെ ഈ മദീന, അന്നത്തെ യസ്രിബിലെത്തുമ്പോ ആൾക്കൂട്ടം സങ്കടത്തോടെ കണ്ണീര് തുടക്കുന്നു. ചോദിച്ചു നോക്കുമ്പോ അബ്ദുള്ള മരണപ്പെട്ടു പോയി, ഖബറടക്കം കഴിഞ്ഞു പോയി. സങ്കടത്തോടെ അബൂ ത്വാലിബ് വന്ന് അബ്ദുൽ മുത്തലിബിനോടും ആമിനായോടും പറഞ്ഞപ്പോ ആമിന ബീവിന്റെ സങ്കടം പറയാനില്ല. എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ട് ഈ കുട്ടിയിലെന്ന് ആമിന ബീവിയോട് പലരും സ്വപ്നത്തിൽ പറയുന്നു. പല അമ്പിയാക്കളെയും കാണുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണുന്നു, മൂസ അലൈഹിസ്സലാമിനെ കാണുന്നു, പലരെയും കാണുന്നു. അവരെല്ലാവരും സന്തോഷം അറിയിക്കുന്നു. പക്ഷേ ഭർത്താവായ അബ്ദുള്ള ഇല്ലാത്ത സങ്കടമുണ്ട്. ഈ സ്വപ്നത്തിലും ഈ കുട്ടി ലോകത്തിന്റെ നേതായി റഹ്മത്തുൽ ആലമീനായി വരുമെന്ന് കേട്ടപ്പോ ആമിന ബീവിന്റെ ഖൽബിൽ ആ വേദനകളൊക്കെ ആമിന ബീവി മറക്കുന്നു. അങ്ങനെയാണ് ആ പൊന്നുമോനെ ഉപ്പാന്റെ മുഖം കാണാതെ യതീമായിട്ട് ലോകത്തേക്ക് വരുന്നു. ഓ സഹോദരങ്ങളെ, ആമിന ബീബി മകനെ സന്തോഷത്തോടെ വളർത്തുന്നു, അബ്ദുൽ മുത്തലിബ് വളർത്തുന്നു. എത്ര വലിയ സന്തോഷം! ആ കുട്ടിയുടെ മുഖം കാണുമ്പോൾ സങ്കടം മുഴുവനും മറക്കുന്നു. 6 വയസ്സായപ്പോ ആമിന ബീബി മകന്റെ കൈയും പിടിച്ചിട്ട് അതാ മദീനയിലേക്ക്, ഇന്നത്തെ മദീന അന്നത്തെ യസ്രിബിലേക്ക് ഭർത്താവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പുറപ്പെടുന്നു. ഖബർ സിയാറത്തിനെത്തിയപ്പോ ബാപ്പയെ കണ്ടിട്ടില്ലാത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മ പറഞ്ഞു കൊടുത്തൊരു ബാപ്പയുണ്ട്. ആ ബാപ്പാന്റെ മുഖം മനസ്സിൽ സങ്കല്പിച്ച് ബാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്ത് ഉമ്മാന്റെ കോന്തലയും പിടിച്ച് മടിയും പിടിച്ചിട്ട് നടന്നു വരുന്നതിന്റെ ഇടയിൽ അബവ എന്ന പ്രത്യേകമായ മരുഭൂമിയിലെത്തിയപ്പോ മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പ്രിയപ്പെട്ട ഉമ്മാന്റെ റൂഹും പിടിച്ചങ്ങ് പോയി. ജനിക്കുന്നതിന് മുമ്പേ ബാപ്പ പോയി. 6 വയസ്സായപ്പോ മകനും ഉമ്മയും പോയി. അങ്ങനെ വലിയ സങ്കടത്തിലാ ഉമ്മാന്റെ മയ്യത്തിന്റെ അടുക്കലിരുന്നൊരു ചെറിയ 6 വയസ്സുകാരനായ കുഞ്ഞുളം പൈതൻ കൈകൊണ്ട് മണ്ണ് മാറ്റി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന 6 വയസ്സുള്ള മോൻ ആമിന ബീവിന്റെ മയ്യത്ത് ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്നു. ഓ സഹോദരങ്ങളെ, വേലക്കാരിയും കൂടെയുണ്ടങ്ങനെ നടന്നു മക്കയിലെത്തിയിട്ട് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ കുറെ നാൾ കഴിയുന്നു. നിങ്ങൾ ശരിക്കാലോചിക്കണം, യതീം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാര് പറയുന്ന ഒരു വാക്കുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല, ആ മക്കൾ ആദരിക്കപ്പെടേണ്ടവരാണ്. ചെറിയ കുത്തക്കട അടിക്കുമ്പോൾ പറയും പിള്ളേർക്ക് ഭയങ്കര കുത്തക്കട, അങ്ങനെ പറയാൻ പാടില്ല. അനാഥ മക്കളെ എപ്പോഴും ബഹുമാനിക്കണം. വക്കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ.
ഞാനും യതീമികളെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇത് പ്രകാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. യതീമിന്റെ സങ്കടം ശരിക്ക് അനുഭവിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ബാപ്പാന്റെ മുഖം കാണാതെ ഉമ്മാന്റെ ലാളന ഏൽക്കാതെ വളർന്ന മോനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ മക്കയിൽ ഒരാൾക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എതിരഭിപ്രായമില്ല. അവര് മുഹമ്മദ് എന്ന് പേരെന്നെ വിളിക്കുന്നില്ല. അവർക്കില്ലാത്തൊരു നല്ല ഗുണമുണ്ട് ഈ പൊന്നുമോനിൽ, സത്യസന്ധത. കളവ് പറയൂല, കളവാണോ എന്ന് തോന്നുന്നത് പറയൂല, ആരെയും വഞ്ചിക്കൂല, ആരെയും പറ്റിക്കൂല, പുറത്തക്കേടില്ല, പറഞ്ഞ അനുസരണമില്ലായ്മയില്ല. അതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നത് അൽ അമീൻ. ലോകത്തൊരേ ഒരു സത്യസന്ധൻ അൽ അമീൻ. ലോകത്ത് മറ്റൊരാളില്ലാത്ത നിലക്ക് സത്യസന്ധനായ നേതാവ്. ആ കുട്ടി അങ്ങനെ വളർന്നു വരുന്ന സന്തോഷത്തോടെ. സുഹൃത്തുക്കളെ, ചരിത്രം വലിയ വിശാലം. ആ ഹബീബായ തങ്ങൾക്ക് 25 വയസ്സ് ഹബീബായ തങ്ങളെ കല്യാണം കഴിക്കുന്നു. 40 വയസ്സിൽ ഹബീബായ തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നു. പരിശുദ്ധമായ മക്കയിൽ നിന്ന് 5-6 കിലോമീറ്റർ അകലെ പരിശുദ്ധമായ ഹിറയിൽ ഹബീബായ തങ്ങൾ 6 മാസത്തിലേറെ അവിടെ ധ്യാനനിമഗ്നനായി നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ലോകത്ത് മാറി മാറി വരുന്ന കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ ശാസ്ത്രലോകത്തിനും മറ്റെല്ലാ നേട്ടങ്ങൾക്കും പുതിയ കവാടമായി ഖുർആനിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു. യഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് യഖറഉ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച, മനുഷ്യൻ അറിയാത്തത് അറിയിച്ചു കൊടുത്ത, പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച അങ്ങയുടെ നാഥന്റെ നാമത്തിൽ വായിക്കൂ നബിയേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന് നുബുവത്തിന്റെ റിസാലത്തിന്റെ പട്ടം സമർപ്പിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ആ നുബുവത്തിന്റെ പ്രഖ്യാപനത്തിന്റെ വേളയിൽ നുബുവത്തിന്റെ ഹബീബായ തങ്ങളുടെ നുബുവത്തിന്റെ തുടക്ക സമയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആളറിയാതെ ഹബീബായ തങ്ങൾ ഇന്നാളാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് മനസ്സിലാകാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരിയായ കോലം കണ്ട് പേടിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലയിറങ്ങി വന്നിട്ട് ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ടൊന്നു മൂട്, എനിക്ക് പനിക്കുന്നു. ഹബീബായ തങ്ങൾ പനിച്ചു വിറക്കുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പുതപ്പിട്ട് മൂടുന്നു. എന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളോട് പറയുന്നു, അൽ അമീൻ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. അല്ലാഹുവിനെ തന്നെ സത്യം, ഒരിക്കലും അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല. അൽ അമീൻ ഇന്നക ലതസിലു റഹിം വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം. അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ, അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാ, അങ്ങ് ഒന്നുമില്ലാത്തവർക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിക്കുന്ന ആളാണ്, അങ്ങ് പാവപ്പെട്ടവരെ കൈപിടിക്കുന്ന ആളാ. ഒരിക്കലും അങ്ങേ അല്ലാഹു ദുഃഖിപ്പിക്കൂല. സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ പരിചയപ്പെടൽ ആരാ? അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഭാര്യന്റെ സ്വഭാവം ഏറ്റവും കൂടുതൽ അറിയൽ ആരാ? ഭർത്താവിനാണ്, അല്ലേ? കൂടെ കിടക്കുന്ന രാപ്പനെ അറിയും സാധാരണ സ്വഭാവത്തിൽ സംസാരിക്കാറില്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്നെ പുതപ്പെട്ടു മൂട് ഖദീജ, എനിക്ക് പനിക്കുന്നു എന്ന് പറയുമ്പോ മദീനയിലെ മക്കത്തെ വലിയ പണക്കാരിയായ രാജ്ഞിയെ പോലുള്ള പെണ്ണാണ് ഖദീജ. ആ ഖദീജ ബീവി, നിങ്ങൾ എന്തിനാണ് ആ മലന്റെ മുകളിൽ പോയിട്ടിരുന്നത്? നിങ്ങൾക്ക് ഇവിടെ തന്നെ പുരക്കിരുന്നാ പോരെ? അതുകൊണ്ടല്ലേ പേടിച്ചത് എന്നല്ല ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു. ഒരു ദിവസം 2 തവണ, ചുരുങ്ങിയത് 1 തവണ. എത്ര കിലോമീറ്ററാ ഖദീജ ബീബിന്റെ വീട്ടിൽ നിന്ന് പരിശുദ്ധമായ ഹിറയിലേക്ക്? ഇപ്പോൾ തന്നെ ഉംറക്കൊക്കെ പോകുന്ന ആള് സിയാറത്തിന് പോയാൽ അറിയാം എത്രയാണ് ഓടേണ്ടത് അവിടത്തേക്ക്. മലയാണ്, കാടും മലയുമുള്ള സ്ഥലത്ത്. ഇപ്പോ പാകിസ്ഥാനികൾ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ കയറാൻ പറ്റുന്നില്ല നമ്മുടെ ഉമ്മമാർക്ക്. എന്നാൽ ഒരു സ്റ്റെപ്പും ഇല്ലാത്ത സമയത്ത്, കാട് പിടിച്ചു കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഖദീജ ബീവിന്റെ സ്നേഹമേ, ആ ഉമ്മാനെ സ്വർഗത്തിൽ കാണാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ സന്തോഷങ്ങളും ഇവിടെ ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഓ സഹോദരങ്ങളെ, ആ ഖദീജ ബീവി പറയുന്നത് കേട്ടുവോ? സമാധാനത്തിന്റെ വാക്ക്.
ലോകത്തെ ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ ഉടമ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ സ്വന്തം ഭർത്താവാണെന്ന് ഖദീജയ്ക്കറിയാം. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയാൻ കാരണമുണ്ട്. കാരണം ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം കഴിച്ചത് അവിടുത്തെ സ്റ്റൈല് കണ്ടിട്ടല്ല, പണം കണ്ടിട്ടല്ല, മറിച്ച് അവിടുത്തെ സ്വഭാവം കണ്ടിട്ടാണ്. ഈ സ്വഭാവത്തിനൊരു പ്രത്യേകതയുണ്ട്. തന്റെ ജോലിക്കാരനായി, തന്റെ കച്ചവട സംഘത്തിന്റെ ക്യാപ്റ്റനായി അമീറായിട്ട് ഷാമിലേക്ക് പറഞ്ഞേക്കുമ്പോ കൂടെ യാത്രയാക്കിയിരിക്കുന്ന മറ്റു വേലക്കാരും വന്നിട്ട് പറയുന്നു, അൽ അമീൻ ഏത് സ്ഥലത്തൂടെ നടന്നാലും, എത്ര കൊടും ചൂടുള്ള സമയത്ത് നടന്നാലും, ഞങ്ങളൊക്കെ വെയിൽ കൊള്ളുമ്പോഴും അൽ അമീന് വെയിൽ കൊള്ളുന്നില്ല. അൽ അമീന് മേഘങ്ങൾ ഇങ്ങനെ തണലിടുകയാണ്. ഏത് സ്ഥലത്തെത്തിയാലും അൽ അമീനെ തണലിടാൻ മേഘങ്ങൾ ഒരുക്കമാണ്. പല പുരോഹിതന്മാരും പറയുന്നു, മക്കയിലൊരു നേതാവ്, ഒരു നബി വരാനുണ്ട്. ആ നബി ഇന്നാളാണ്, യതീമാണ്, ഉപ്പ അബ്ദുള്ളയായിരിക്കും, മാതാവ് ആമിനയായിരിക്കും. അങ്ങനെ എല്ലാ വിശേഷണങ്ങളും പറയുന്നത് ഖദീജ കേട്ടിട്ടുണ്ട്. ആ നബി വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു നബി മക്കത്ത് വരാനുണ്ടെങ്കിൽ അത് നബി ഈ അൽ അമീനാണ്. മറ്റൊരാളും ഈ സ്വഭാവത്തോട് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഖദീജ ബീവിയുടെ ആഗ്രഹം, എന്റെ ഭർത്താവായി അൽ അമീനെ സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞാൽ, മുമ്പേ 2 ഭർത്താവുണ്ട്, ആ ഭർത്താക്കന്മാരിൽ മക്കളും ഉണ്ടവരൊക്കെ ഇപ്പോഴില്ല. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തെ എന്നത്തെ ഏറ്റവും വലിയ വേൾഡ് മാർക്കറ്റായ ഷാമിലെ കച്ചവടം നിയന്ത്രിക്കുന്ന ബിസിനസ്സുകാരിയാണ്. ആ ഖദീജയെ കെട്ടാൻ ഇന്നും മക്കത്ത് വലിയ വലിയ സമ്പന്നരായ ആളുകൾ ഒരുക്കമാണ്. അവർ കല്യാണം ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഖദീജ ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്തത്, ഒരു നബി എനിക്ക് ഭർത്താവായി കിട്ടിയാൽ ആ നബിക്ക് തന്റെ സൗന്ദര്യവും തന്റെ ശരീരവും തന്റെ സമ്പത്തും അങ്ങ് സമർപ്പിച്ചാൽ, ആ നബിയുടെ മക്കളെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ, ലോകത്ത് ഖിയാമത്ത് നാൾ വരെ മറ്റൊരു നബി വരാനില്ലാത്ത നിലക്ക് ഖാതുമുന്നബുവ്വത്തിന്റെ സീലുമായി കടന്നു വരുന്ന ആ ഹബീബായ തങ്ങളെ മക്കളെ പെറ്റുപൂറ്റിയാൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന അഹ്ലു ബൈത്തിന്റെ ഉമ്മയായ ആദരവ് കിട്ടും. സ്വർഗത്തിൽ ഹബീബായ തങ്ങളെ ഭാര്യയായി താമസിക്കാൻ പറ്റും. അതുകൊണ്ട് ഹബീബായ തങ്ങളെ എനിക്ക് ഭർത്താവായി കിട്ടണമെന്ന ചിന്തയിലാണ് പണ്ടേ 15 കൊല്ലം മുമ്പ് തന്നെ ഹബീബായ തങ്ങൾക്ക് 25 വയസ്സുള്ള സമയത്ത് ഖദീജ ബീവിയുടെ കൽബിൽ താല്പര്യം വന്നത്. സുഹൃത്തുക്കളെ, അറിയുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ ആശ്വസിപ്പിക്കുന്നു, തങ്ങൾ ഭയപ്പെടണ്ട, അൽ അമീനെ അങ്ങ് ഭയപ്പെടണ്ട. അത് പറയാൻ ചരിത്രപരമായി മറ്റൊരു കാരണവും കൂടിയുണ്ട്. അങ്ങ് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്, കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ പരിശ്രമിക്കുന്ന ആളാണ്. ഖദീജ വെറുതെ പറഞ്ഞതല്ല, 15 കൊല്ലത്തെ അനുഭവം കൊണ്ട് പറയുകയാണ്. കല്യാണത്തിന്റെ ദിവസം നിങ്ങൾ നോക്കൂ, 15 കൊല്ലം മുമ്പ് പരിശുദ്ധമായ മക്കയിൽ ഒരു വലിയ കല്യാണം നടക്കുന്ന, പ്രൗഢിയുള്ള കല്യാണം. ആരുടെ വീട്ടിലാ കല്യാണം ഒരുക്കിയത്? ഖദീജ ബീവിന്റെ വീട്ടിലാണ്. ഭർത്താവായിട്ട് വരുന്നതാരാ? അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കയിലെ വീടുകളിലൊന്നും ഭക്ഷണം വെച്ചിട്ടില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല, ആവശ്യമില്ല. വരുന്നവർക്ക് മുഴുവനും ഖദീജ ബീവിന്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, വലിയ പ്രൗഢിയുള്ള പന്തലുണ്ട്, എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരികളിൽ ഒരു പണക്കാരിയാണ്. മക്കത്ത് ഖദീജ ബീവിയെ കവച്ചു വെക്കുന്ന പണക്കാരില്ല. അത്രയും വലിയ സമ്പന്നയായ ഖദീജയാണ് അൽ അമീന്റെ പത്നി പദത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് അൽ അമീന്റെ കല്യാണത്തിന് പവറില്ല, ഖദീജന്റെ കല്യാണത്തിനാണ് പവറുള്ളത്. ആളുകളെല്ലാം ഖദീജ ബീവിന്റെ വീട്ടിലേക്ക് ഒഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞു. ഖദീജ ബീവിന്റെ മണിമാളികയുടെ പൂമുഖത്ത് സിറ്റ് ഔട്ടിൽ കസേരയിലിരുന്നു. അബൂ ത്വാലിബുണ്ട്, അബൂ ലഹബുണ്ട്, അബ്ബാസ് ഉണ്ട്, ഹംസയുണ്ട്, എളാപ്പമാര്, കുടുംബക്കാരൊക്കെയുണ്ട്. കല്യാണത്തിന്റെ സന്തോഷം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നു, കുശലം പറയുന്നു. ആ സമയത്ത് അതാ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണെങ്കിലോ കല്യാണ വസ്ത്രം ധരിച്ച് രാജ്ഞിയെ പോലെ തന്റെ തോഴിമാർക്കിടയിൽ വീട്ടിന്റെ ഉള്ളിൽ കറങ്ങി നടക്കുന്ന, ചുറ്റിയടിക്കുന്ന സന്തോഷമാണ്. പെട്ടെന്നാണ് ഈ പന്തലിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരു മെച്ചന്ന വേഷം പോലെ കീറിപ്പാറിയ വസ്ത്രവും ധരിച്ചൊരു പ്രായമുള്ള പെണ്ണ്, യാചകയുടെ കോലത്തിലുള്ള ഒരു പെണ്ണ് കടന്നു വരുന്നത്. ആരും ആ പെണ്ണിനെ മെയിന്റ് ചെയ്യുന്നില്ല.
ചവിട്ടുന്ന സ്ഥലങ്ങൾ കാലെടുക്കുമ്പോൾ രക്തത്തിന്റെ പാട് കാണുന്ന, കാല് മുറിഞ്ഞിട്ടുണ്ട്. കീറിപ്പാറിയ വസ്ത്രമാണ് ശരീരത്തിലുള്ളത്, നല്ല വസ്ത്രമൊന്നുമില്ല. ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടാരും മെയിന്റ് ചെയ്യുന്നില്ല. അപരിചിതയായ ഒരു പെണ്ണ് വല്ലാത്ത കോലത്തിൽ നൂറുകണക്കിന് VIP ഉള്ള ഒരു സ്ഥലത്ത് കടന്നു വന്നാൽ ആരാ ശ്രദ്ധിക്കുക? ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ പന്തലിലേക്ക് കയറി വന്ന ഈ പ്രായമുള്ള പെണ്ണ് ഒന്നുകൂടി പരിഭ്രമിച്ച മട്ടിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിന്റെ വീട്ടിന്റെ പൂമുഖത്തൊന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ പെണ്ണുങ്ങളെ കാണുന്നത്. ഒന്ന് നോക്കി, ആവർത്തിച്ചൊന്നുകൂടി നോക്കി, ചാടി എഴുന്നേറ്റിട്ട് നേരെ ഇറങ്ങി വന്നു. പന്തലിന്റെ കവാടത്തിലൂടെ കടന്നു വന്ന അന്തം വിട്ടു നിൽക്കുന്ന പ്രായമുള്ള പെണ്ണിന്റെ കൈ പിടിച്ച് നെഞ്ഞോട് ചേർത്ത് വിളിച്ചു, ഉമ്മാ. ആളുകൾ, ഒന്ന് രണ്ടാളുകൾ ശ്രദ്ധിച്ചു. അല്ലമീന്റെ ഉമ്മ 19 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ വഹബിന്റെ മകൾ ആമിനയാണ്. പിന്നെ അവിടെ നിന്ന് ആ കല്യാണ ദിവസം ഒരു ഉമ്മ വന്നത്, മക്കൾക്കാർക്ക് പരിചയമില്ലാത്ത ഉമ്മ. ഈ പ്രായമുള്ള സ്ത്രീയുടെ കൈയും പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിന്റെ വീട്ടിന്റെ കല്യാണ വീട്ടിന്റെ പൂമുഖത്തേക്ക് കയറി. ഉള്ളിലേക്ക് തലയിട്ടിട്ട് വിളിച്ചു, ഖദീജ. തൊട്ടു മുമ്പ് അധികാരത്തോടെ തന്റെ ഭർത്താവായി കടന്നു വന്നു. മക്കൾക്കാരാദരിക്കുന്ന, മക്കൾക്കാര് സ്നേഹത്തോടെ ആദരിക്കുന്ന അൽ അമീനാകുന്ന ഭർത്താവിന്റെ ശബ്ദം കേട്ട ഖദീജ ബീവി ഓടി വന്നിട്ട് ചോദിക്കുന്നു, അൽ അമീൻ എന്നെ വിളിച്ചോ? വിളിച്ചു ഖദീജ. ഖദീജ ബീവി നോക്കാണ്, ഒരു പ്രായമുള്ള പെണ്ണുങ്ങളുടെ കൈ പിടിച്ചിട്ടുണ്ട്. ആരാണ് അൽ അമീൻ? ഈ സ്ത്രീ. ഖദീജക്ക് മനസ്സിലായോ? ഇല്ല. ഇതാണ് 2 വയസ്സ് വരെ എനിക്ക് മുലയൂട്ടിയ, 4 വയസ്സ് വരെ എന്നെ പൂറ്റി വളർത്തിയ ഉമ്മ ഹലീമ. എന്റെ ഉമ്മ ഹലീമയാണ് എന്റെ കല്യാണത്തിന് വന്നത്. എന്തൊരു സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മാ, ഇതെന്തൊരു കോലമാണ്, ഇതെന്തൊരു വിഷമം പിടിച്ച അവസ്ഥയിലാണുള്ളത്, എന്താണ് അങ്ങയുടെ അവസ്ഥ, എവിടെയാ താമസിക്കുന്നത്? കണ്ടിട്ട് നാളുകളേറെയായല്ലോ. അപ്പോഴാണ് കണ്ണീർ തുടച്ചുകൊണ്ട് ഹലീമ ബീവി പറയുന്നു, മോനെ, 2 മലകൾക്കപ്പുറത്താണ്, പാവപ്പെട്ടവരാണ് അധികവും താമസിക്കുന്നത്, അവിടെയാണ് ഞാൻ എന്റെ ഭർത്താവും മക്കളും താമസിക്കുന്നത്. ഭർത്താവ് രോഗിയാ, മക്കൾക്ക് ജോലിയില്ല, ആകെ സങ്കടമാണ്, പട്ടിണിയിലാണ്. എന്റെ ഈ വിഷമം കണ്ടപ്പോ ആ നാട്ടുകാർ ഏറ്റവും പാവപ്പെട്ടവള് ഞാനാണ്. എന്റെ സങ്കടം കണ്ടപ്പോ എന്നെ പരിചയമുള്ള എന്റെ പരിസരത്തുള്ള അയൽവാസികളായ ആളുകൾ അവരെന്നോട് പറഞ്ഞു, ഹലീമ, നിങ്ങൾ 10-22 കൊല്ലം മുമ്പ് മുല കൊടുത്തൊരു കുട്ടിയില്ലേ, അബ്ദുല്ലാന്റെ മകൻ, ആമിനയുടെ മകൻ മുഹമ്മദ്, അൽ അമീൻ എന്ന് വിളിക്കുന്ന ഒരു മുഹമ്മദ്. ആ മുഹമ്മദിന്റെ കല്യാണമാണ് ഇന്ന ദിവസം. അദ്ദേഹത്തിന്റെ പത്നീപദത്തിലേക്ക് കടന്നു വരുന്നത് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ഖദീജയാണ്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് മുല കൊടുത്ത ഉമ്മയല്ലേ? അൽ അമീന്റെ സ്വഭാവം വെച്ച് നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് പോകായാൽ മൈൻഡ് ചെയ്യാതിരിക്കില്ല. നിങ്ങൾക്ക് ഏതായാലും ഭക്ഷണം കിട്ടും. നിങ്ങളെ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണം മുഹമ്മദ് തരാതിരിക്കില്ല. നിങ്ങളെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുമല്ലോ. നിങ്ങളൊന്ന് കല്യാണത്തിന് പോയി നോക്കൂ. ഇതെന്റെ നാട്ടുകാര് പറഞ്ഞപ്പോ, മോനെ, തീർച്ചയായും ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടാ ഞാൻ നിന്റെ കല്യാണത്തിന് വന്നത്. കീറിയ വസ്ത്രം ധരിച്ചു വന്നിട്ട് മനഃപൂർവ്വം കല്യാണം അലങ്കോലപ്പെടുത്തിയതല്ല. നിന്റെ നൂറുകണക്കായ കൂട്ടുകാരുടെ മുമ്പിൽ മോനെ, കാലിലണിയാൻ ചെരുപ്പില്ലാത്ത കാരണം കൊണ്ട് ഒരു പാറയുടെ മേലെ കയറിയിട്ട് ഇറങ്ങുന്ന സമയത്ത് കാലിന്റെ അടിയിൽ കല്ല് നിറച്ചിട്ടാണ് ചോര പൊടി ഒഴുകുന്നത്. എന്റെ പൊന്നുമോനെ, ഈ കല്യാണ സദസ്സിലൊരു പ്രച്ഛന്ന വേഷം പോലെ കീറിപ്പാറിയ വസ്ത്രവും ധരിച്ച് നീ ഇവിടെ വന്നിട്ട് ആളുകളെ മുമ്പിൽ നിന്ന് നീ എന്റെ ഉമ്മാന്ന് വിളിച്ചില്ലേ, എന്റെ കൽബ് നിറഞ്ഞുപോയി. ഞാൻ വന്നു നിനക്ക് സങ്കടമായെങ്കിൽ ഞാൻ തിരിച്ചു പോകാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവത്തിന്റെ കൈകൾ എടുത്തിട്ട് ഹലീമ ബീവിന്റെ കവിളങ്ങ് പൊത്തി കണ്ണീർ കണങ്ങൾ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മാ, അങ്ങ് വന്നത് എനിക്ക് വലിയ സമാധാനമാണ്, സന്തോഷമാണ്. അങ്ങ് വന്നത് എത്ര വലിയ സന്തോഷമാണ്. അങ്ങ് വരാതിരുന്നാലല്ലേ സങ്കടം. അതേ സമയത്ത് എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തം അങ്ങയുടെ മുലപ്പാലിന്റെ അംശമുള്ള മണമുള്ള രക്തമാണുമ്മാ. ഖദീജ ബീവിയോട് ഹബീബായ തങ്ങൾ പറയുന്നു, ഖദീജ,
ഉമ്മാക്ക് കുളിക്കാനും സൗകര്യം ചെയ്തു കൊടുക്ക്, ഉമ്മാക്ക് ഭക്ഷണം നന്നായിട്ട് കൊടുക്ക്, ഉമ്മാക്ക് നല്ലൊരു വസ്ത്രം കൊടുക്കൂ. ഖദീജ ബീവിക്ക് എന്തൊരു സന്തോഷം, ഭർത്താവിനില്ലാത്തൊരു ഉമ്മയെ കിട്ടിയ സന്തോഷം. ഖദീജ ബീവി ഉള്ളിലേക്ക് പോയി കുളിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു, ഭക്ഷണം കഴിക്കാനും സന്തോഷത്തോടെ സൗകര്യം ചെയ്തു കൊടുത്തു. തന്റെ കല്യാണത്തിന് വാങ്ങി വെച്ച ഡ്രസ്സുകളിൽ നല്ല വിലപിടിപ്പുള്ള സൗന്ദര്യമുള്ള ഒരു വസ്ത്രമെടുത്ത് ഹലീമ ബീവിക്കങ്ങ് അണിയിച്ചു കൊടുത്തപ്പോ കുഴിയിലിറങ്ങിയ കണ്ണുകൾക്കും തിളക്കം വന്നുപോയി, ഒട്ടിപ്പോയ കവിളുകൾക്കും തുടിപ്പ് വന്നതുപോലെ, ശരീരമാകെ ഓജസ്സായതുപോലെ ഹബീബായ തങ്ങളെ മുമ്പിൽ വന്നിട്ട്, മോനെ ഞാൻ പോകുന്നു, എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കിട്ടുവോ? ഭർത്താവ് മലകുടിയിലുള്ള എന്റെ ബാപ്പയാണ്, എന്റെ മക്കള് നിന്റെ അനുജന്മാരാണ്, അവർക്ക് കൊണ്ടുപോകാൻ ഭക്ഷണം കിട്ടുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ നേരെ തിരിയുന്നു. ഖദീജ, ഉമ്മ കല്യാണത്തിന് അറിഞ്ഞു വന്നിട്ട് ഒന്നുമില്ലാതെ വന്നിട്ട് ഉമ്മാനെ വെറും കയ്യോടെ മടക്കി അയക്കുന്നത് ശരിയാണോ? അല്ല അമീൻ, പറ്റൂല, മടക്കി അയക്കാൻ പറ്റൂല. എന്നാ ഉമ്മാക്ക് നമുക്ക് ഒരൽപ്പം എന്തെങ്കിലും കൊടുത്തുകൂടെ? കൊടുക്കണം അല്ലമീൻ, കൊടുക്കണം, എന്തു വേണമെങ്കിലും കൊടുത്തോളൂ. അപ്പോഴാണ് ഹബീബായ തങ്ങൾ പറയുന്നത്, ഖദീജ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. എന്നെ നിനക്കറിയില്ലേ, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളെ വായമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, അല്ലമീൻ, മനസ്സ് വേദനിക്കുന്ന വാക്കിനി പറയാൻ പാടില്ല. ഞാൻ എന്നെ മാത്രമല്ല, എന്റെ ശരീരവും മനസ്സും മാത്രമല്ല, മക്കയും പരിസരങ്ങളും വ്യാപിച്ചു കിടക്കുന്ന എന്റെ എല്ലാ സാമ്രാജ്യവും ഞാൻ അങ്ങയുടെ കാൽച്ചുവട്ടിൽ വെക്കുന്നു. ഇനി ഞാൻ അതിൽ ഇടപാട് നടത്തുമ്പോൾ അങ്ങയുടെ സമ്മതമെടുക്കും. അങ്ങ് ഇടപാട് നടത്തുമ്പോ എന്നോട് ചോദിക്കേണ്ടതില്ല. സകല സ്വത്തുക്കളും ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുകയാണ് അമീൻ. ഇനി ഒന്നുമില്ലാത്തവനാണെന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാലും ഖദീജയോട് ചോദിക്കുന്നു, ഖദീജ, ഉമ്മാക്കൊരു 40 ആടുകളെ കൊടുക്കാമോ? നമുക്ക് അന്നത്തെ സമ്പത്താണ്, ഒരു 40 ആടുകളെ കൊടുത്തൂടെ? ഹലീമ ബീബി ചോദിക്കുന്ന, എന്തിനാണല്ല മീൻ 40 ആടുകളാക്കുന്നത്? അങ്ങല്ലേ പറഞ്ഞത്, അങ്ങയുടെ ഉമ്മ അങ്ങയുടെ രക്തത്തിലോടും അങ്ങയുടെ ഞരമ്പിലോടുന്ന രക്തം ഉമ്മാന്റെ മുലപ്പാലിന്റെ മണമുള്ള അംശമുള്ള രക്തമാണെന്ന്. അതുകൊണ്ട് ആ ഉമ്മാക്ക് കല്യാണ സമ്മാനമായി ആ മലഞ്ചെരുവിൽ കാണുന്ന 100 കണക്കായ ആടുകളെ കൊടുക്കാം. ആടിനെ അറുത്ത് കശാപ്പ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു ഭക്ഷണക്കാരൻ ജോലിക്കാരന് കൊടുക്കാം. ആടിനെ മേയ്ക്കാൻ ഒരു ആട്ടിടയനെയും കൊടുക്കാം. അങ്ങക്ക് സന്തോഷമായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും ഖദീജ ബീവിയോട്, ഖദീജ, കാല് പൊട്ടി ചോര എഴുകുന്ന ഉമ്മാക്ക് നടന്നിട്ടിന് തിരിച്ചു പോകാൻ കഴിയില്ല, പ്രയാസല്ലേ? ഒരു വാഹനം ഏർപ്പെടുത്തി കൊടുക്കാമല്ലോ. അല്ലമീൻ, എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അറബികളുടെ കൂട്ടത്തിൽ വിവിഐപികൾ ഉപയോഗിക്കുന്ന മെർച്ചഡീസ് വാഹനമായ ചുവന്ന ഒട്ടകം, ആ ഒട്ടകത്തിൽ ഒരൊട്ടകത്തെ തന്നെ അങ്ങയുടെ ഉമ്മാക്ക് നമ്മുടെ കല്യാണ സമ്മാനമായി കൊടുക്കാം. ഒട്ടകത്തെ നിയന്ത്രിക്കുന്ന ഒരൊട്ടകക്കാരനെയും കൊടുക്കാം. ഇതങ്ങ് പറഞ്ഞപ്പോ നൂറുൻ അലാ നൂർ, പ്രശോഭിതമായ പോലെ പ്രശോഭിതമായ പരിശുദ്ധ വജ്ഹിൽ എന്തോ ഒരു പ്രകാശമാ. സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖമങ്ങ് കത്തി പ്രകാശിക്കാൻ തുടങ്ങി. ഹലീമാ ബീവിന്റെ സങ്കടമോ, ഹലീമാ ബീവിന്റെ ചുണ്ട് വിതുമ്പാൻ തുടങ്ങി. ഹലീമാ ബീവിക്ക് കൈകാലുകൾ വറക്കുന്നത് പോലെ ഹലീമാ ബീവിയുടെ കവിൾ തടത്തിലൂടെ പിന്നെയും കണ്ണീർ കണങ്ങൾ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഉമ്മ എന്തിനാ കരയുന്നത്? ഉമ്മാക്ക് സന്തോഷിക്കേണ്ട ദിവസമല്ലേ, സമയല്ലേ ഇത്? മോനെ, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എത്രയോ കുട്ടികൾക്ക് ഞാൻ എന്റെ യൗവനത്തിന്റെ പ്രസരിപ്പിൽ മുലപ്പാല് കൊടുത്തു വളർത്തിയിട്ടുണ്ട്. പക്ഷെ അവരാരും എന്നെ കണ്ടാൽ തിരിച്ചറിയാറില്ല. തിരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞതുപോലെ നടിക്കാറില്ല.
നിനക്ക് ഞാൻ മുല കൂട്ടി തന്നത് നിന്റെ കൂലിയും കിട്ടി. പക്ഷെ കൊല്ലങ്ങൾക്ക് ശേഷം നിനക്ക് ദുരന്തമാണ്, നിനക്ക് കഷ്ടപ്പാടാണ്, നീ ഉമ്മ കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ ജീവിതത്തിൽ ഒരു നല്ല ദിവസം വന്നപ്പോ ഒരപശകുനം പോലെ ഞാൻ ഇവിടെ കടന്നു വന്നു. നൂറുകണക്കായ നിന്റെ കുടുംബക്കാര്, നിന്റെ ഭാര്യ, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്റെ കൈ പിടിച്ച് എന്റെ പൊന്നുമോൻ അവരെ മുമ്പിൽ നിന്ന് ഉമ്മാന്ന് വിളിച്ചില്ലേ? അല്ലാഹ് നിന്നെ ദുഃഖിപ്പിക്കൂല. എന്റെ കൈ നീ ചേർത്ത് പിടിച്ചില്ലേ? എന്റെ മോനെ അല്ലാഹ് കൈ ഒഴിയൂല. എനിക്ക് ആലോചിക്കാൻ കഴിയുന്നില്ല. എന്റെ നാട്ടിലും പരിസരങ്ങളിലുമുള്ള ജനങ്ങളിൽ ഏറ്റവും പാവപ്പെട്ടവളായി ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ഖൈറെന്ന് കരുതി നിന്റെ കല്യാണത്തിന് വന്നു നോക്കുമ്പോ നൂറുകണക്കായ ഒട്ടാടുകളെയും അതിനെ മേയ്ക്കുന്ന ആട്ടിടയനെയും ആട്ടിനെ ഭക്ഷണം പാകം ചെയ്യുന്ന കശാപ്പുകാരനെയും ഈ ആടുകളെയൊക്കെ നടുവിൽ ഞാൻ ഒരു രാജ്ഞിയെ പോലെ അറബികളെ കൂട്ടത്തിൽ വലിയ സമ്പന്നരുപയോഗിക്കുന്ന ചുവന്ന ഒട്ടകത്തിന്റെ മേലെ ഒട്ടകക്കട്ടിലിരുന്ന് ഒട്ടകക്കാരൻ എന്നെ നയിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പാവപ്പെട്ടവലായി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി വൈകുന്നേരമാകുമ്പോ കോടീശ്വരിയായി നാട്ടിൽ തിരിച്ചു പോകുന്നത് എനിക്ക് എന്റെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്റെ ഖൽബ് എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിപ്പിക്കുന്നു, ഉമ്മാനെ റാഹത്തോടെ തിരിച്ചയക്കുന്നു. ഈ സംഭവം അതാ 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഹലീമ ബീവി ഖദീജ ബീവി പറയുന്നത്. 15 കൊല്ലം മുമ്പ് ഖദീജ ബീവിന്റെ കല്യാണത്തിന്റെ ദിവസം നടന്ന സംഭവമാണ്. ഇപ്പോൾ 15 കൊല്ലം കഴിഞ്ഞു. ഹബീബായ തങ്ങൾക്ക് 40, ഖദീജ ബീവിക്ക് 55 വയസ്സ്. ഹബീബായ തങ്ങൾ മലയിറങ്ങി വന്നപ്പോ ഖദീജ ബീവി ആശ്വസിപ്പിക്കുന്ന, അല്ലാഹ് അങ്ങേ ദുഃഖിപ്പിക്കൂല. 15 കൊല്ലം കൊണ്ട് പാവപ്പെട്ടവരിലേക്ക് മക്കയിലെ ഖദീജ ബീവിന്റെ സമ്പത്തിന്റെ ഏറെ ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യാലെ പാവപ്പെട്ടവരിലേക്ക് ഒഴുകി തീർന്നു പോയി. ഓ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം പുകഴ്ത്തുന്നത്, ഹബീബായ തങ്ങളെ ലോകമാദരിക്കുന്നത് ഒരു മുസ്ലിമിന്റെ നേതാവായത് കൊണ്ടല്ല, ഒരു പാർട്ടിയുടെ നേതാവായത് കൊണ്ടല്ല, തന്റെ ജീവിതം മുഴുവനും സാധുക്കൾക്ക് വേണ്ടിയാ, ഈ ഉമ്മത്തിന് വേണ്ടിയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുയായികൾ അതുകൊണ്ട് ഏറ്റെടുത്തു. എന്തൊരു സ്നേഹം! ഒരു 3 സ്വലാത്തില്ല, ആരും പോണ്ട, ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ഉറക്കെ ചൊല്ലു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഹബീബായ തങ്ങളുടെ മദ്ഹ് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് പ്രകാശിപ്പിക്കും. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമൂഹം ഏറ്റെടുത്തു, സ്വഹാബത്ത് ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ അവർ സ്നേഹിച്ചു. നമ്മൾ വെറുതെ സ്നേഹിക്കാന്ന് പറയുന്നു, പക്ഷെ ഖൽബിൽ സ്നേഹമില്ല. ഹബീബായ തങ്ങളെ നമ്മൾ പ്രണയിക്കുന്നു എന്ന് പറയുന്നു, നാവ് കൊണ്ട് വെറുതെ പറയാണ്, ഖൽബിൽ സ്നേഹമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ ഹബീബായ തങ്ങളെ ജീവിതത്തിൽ അനുകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവർ ഏത് സമയത്തും ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അങ്ങനെ ഒരു സാഹചര്യം വേണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നൂറുകണക്കായ ഉമ്മമാർ ഈ വാള് കേൾക്കുന്നുണ്ട്. മദീൻ നമ്മുടെ ഒക്കെ വീട്ടിലൊരു അവസ്ഥയുണ്ട്. നമ്മളൊക്കെ വീട്ടിൽ പാട്ട് കേട്ടിട്ട് മക്കൾ ഉറങ്ങിപ്പോകലാണ്, സിനിമ കണ്ടിട്ട് മക്കൾ ഉറങ്ങിപ്പോകലാണ്. എന്നാൽ മദീനയിലുള്ള ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരെ കഥകൾ കൂടോ. ആ ഉമ്മമാര് റസൂലുള്ളാഹിനെ എന്തൊരു മഹബത്ത് വെച്ച ഉമ്മമാരാണ്. ഭക്ഷണം അവർക്ക് കഴിക്കാനില്ല, അവരധികവും പട്ടിണിയിലാണ്. ചില വീടുകൾ സ്വഹാബികൾ പരിചയപ്പെടുത്തുന്നു, ഒരു ഉമ്മ വെള്ളമതാ അടുപ്പിൽ വെച്ചിട്ട് എന്തോ പാകം ചെയ്യുന്നു, കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. 2-3 മക്കൾ ചുറ്റുഭാഗത്ത് അടുപ്പിന്റെ ചുറ്റുഭാഗത്തിരിക്കുന്നു. പാതിരാ സമയത്ത്
മക്കൾ ചോദിക്കുന്നു, ഉമ്മാ ഭക്ഷണമായോ, ഉമ്മാ ഭക്ഷണമായോ? ഉമ്മ പറയുന്നു, ഇപ്പ മോനെ ഇപ്പൊ ശരിയാകും, ഇപ്പോൾ ഇറക്കിത്തരാം, ഇപ്പോൾ വിളമ്പിത്തരാം. പറഞ്ഞു മണിക്കൂറുകൾ കഴിയുമ്പോ ചെറിയ കുട്ടി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. ഈ മക്കൾ ഉച്ചക്കഥാ ഭക്ഷണം കഴിച്ചവരല്ല, രാവിലെ നാസ്ത കഴിച്ചവരല്ല, വെറും പച്ചവെള്ളത്തിലാണ് രാവിലെ മുതൽ ഇന്നലെ മുതൽ കഴിയുന്നത്. അങ്ങനെ സങ്കടമുള്ള വീട്. ആ ചെറിയ കുട്ടിയെ തോളിൽ വെച്ചിട്ട് പുൽപ്പാഹിൽ കിടത്തിയിട്ട് ഉമ്മ പിന്നെയും ഇളക്കുന്നു. ഈ മക്കൾക്ക് ചൂടുള്ളത് കൊണ്ട് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്ന് കാണുന്നില്ല. മക്കൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്താണ് ഈ തിളപ്പിച്ചുകൊണ്ടിരിക്കും? വെറും ചൂടുവെള്ളമാണ്. മക്കളെ ഉറക്കാൻ വേണ്ടി അവർ സന്തോഷത്തോടെ ആശ്വസിച്ചുറങ്ങാൻ ഉമ്മ ഇങ്ങനെ വെള്ളത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാ. ഉമ്മക്ക് ഉറങ്ങിക്കൂടാ, മക്കൾ ഉറങ്ങാതെ. സ്വഹാബികൾ പറയുന്ന ചില വീടുകളിൽ ഉമ്മമാരിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോ പള്ളി മുനാരത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നത് വരെ മക്കള് വിശപ്പ് കൊണ്ട് ഉറങ്ങുന്നില്ല. ഉമ്മാക്ക് ഇവരെ ഉറങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അടുപ്പത്ത് വെറുതെ വെള്ളം വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരുണ്ട്. എന്നെ കേൾക്കുന്ന ഉദ്യാപുരത്തുള്ള ഉമ്മമാരെ, നമുക്ക് നമ്മുടെ മക്കളെ പറ്റിയിട്ടുള്ള പരാതി എന്താണെന്നറിയോ? അവർ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഭക്ഷണം അവർ ശരിക്ക് കഴിക്കുന്നില്ല. ഡോക്ടർ അടുത്ത് പരാതി പറയുന്ന മക്കൾക്ക് വിശക്കാൻ എന്തെങ്കിലും കിട്ടണം, ഭക്ഷണം കഴിക്കാൻ മരുന്ന് കൊടുക്കണമെന്നാ പറയുന്നത്, അല്ലേ? എന്നാൽ ആ മദീനയിലുള്ള ഉമ്മമാരുടെ ഈമാന് കണ്ടോ? മക്കൾ ഉറങ്ങാൻ കിടക്കാൻ വരുന്ന സമയത്ത് മക്കളോട് അവർ ചോദിക്കും, മക്കളെ നിങ്ങൾ ഇന്ന് റസൂലുള്ളാഹിനെ കണ്ടിരുന്നോ? മക്കള് പാട്ട് പാടുന്നത് കേട്ടിട്ട്, മക്കള് TV കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങുമ്പോ ഉമ്മ പറയാൻ അഭിമാനത്തോടെ, മോൻ പാട്ട് കേട്ടിട്ട് സോഫന്റെ മേലെ ഉറങ്ങിപ്പോയി, ഞാനാ എടുത്തിട്ട് കിടത്തിയത്. മോൻ TV കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയി, ഞാൻ മോനെ എടുത്ത് കിടത്തിയെന്നാ നമ്മളെ ഉദ്യാപരത്തെ ഉമ്മമാര് പറയുന്നത്. എന്നാൽ മദീനയിലെ പട്ടിണി കിടക്കുന്ന ഉമ്മമാരെ കണ്ടോ? അവര് മക്കളോട് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടിരുന്നോ? ഇല്ല എന്നാ മറുപടി പറഞ്ഞതെങ്കിൽ, കണ്ടു എന്നാ പറഞ്ഞതെങ്കിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലി ഉറങ്ങിക്കോ, സന്തോഷമായി. ഇന്ന് റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല എന്നാണ് അവര് പറയുന്നതെങ്കിൽ ഉമ്മമാര് പറയും, മക്കളെ അന്ന് റസൂലുള്ള മദീനത്തെ പള്ളിയിൽ ഉണ്ടെങ്കിൽ പറയും, മോനൊന്ന് പോയി കണ്ടിട്ട് വാടാ. റസൂലുള്ളാഹിനെ കാണാൻ മദീനത്തെ പള്ളിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കും. റസൂലുള്ളാഹി അന്ന് മദീനയിൽ ഇല്ലെങ്കിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി അങ്ങനെ ഉറക്കും. നമ്മുടെ മക്കൾക്ക് സ്വലാത്ത് പഠിപ്പിക്കണേ ഉമ്മമാരെ, കൽബിൽ മദീന നിറച്ചു കൊടുക്കണേ ഉമ്മമാരെ. കൽബിൽ മദീന നിറച്ച കുട്ടികൾ വാട്സപ്പിൽ കളിക്കൂല. കൽബിൽ മദീന അങ്ങ് നിറഞ്ഞാൽ കുട്ടികൾ ഫേസ്ബുക്ക് ഓണാക്കൂല. കൽബിൽ മദീന അങ്ങ് നിറഞ്ഞാൽ കുട്ടികൾ ടെലിവിഷനിന്റെ പാട്ട് കേൾക്കൂല. കൽബിൽ മദീന അങ്ങ് നിറയട്ടെ. ഹബീബായ തങ്ങള് മദ്ഹ് കൊണ്ട്, ഹബീബായ തങ്ങളെ സ്നേഹം കൊണ്ട്, ഇഷ്ക് കൊണ്ട് നമ്മുടെ കുട്ടികളെ മനസ്സങ്ങ് ലയിക്കട്ടെ. സ്വഹാബികൾ പ്രണയിച്ചതുപോലെയുള്ള പ്രണയം, സ്വഹാബികൾ സ്നേഹിച്ചതുപോലുള്ള സ്നേഹം. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ എന്തൊരു സ്നേഹമാണ് സ്വഹാബികൾക്ക്, എന്തൊരു താല്പര്യമാണ് അവർക്ക്. മുഗീറ പറയുന്നു, ഒരു നേതാവ്, ഞാൻ എത്രയോ രാജാക്കന്മാരെ സമീപിച്ചിട്ടുണ്ട്, പക്ഷെ എത്രയോ കിസ്റന്റെ അടുക്കലും കൈസറിന്റെ അടുക്കലും ഞാൻ ഹിർക്കലിന്റെ അടുക്കലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നജാശി രാജാവിനെ കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു നേതാവിനെയും അവിടുത്തെ അനുയായികൾ, മുഹമ്മദ് നബിയെ അവിടുത്തെ അനുയായികൾ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഉദാഹരണം പറയുന്നു, മുഗീറ മുഹമ്മദ് നബി ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ അതൊരു സ്വഹാബി കൈകൊട്ടി നീട്ടിയെടുക്കുകയാണ്, കയ്യിലേറ്റെടുക്കുകയാണ് കാർക്കിച്ചു തുപ്പിയതിന്. എന്നിട്ട് മുഖത്തും ശരീരത്തിലും പരട്ടുകയാ. ഇതൊരു രാജാവിനെന്നല്ല ആർക്കും അവകാശപ്പെടാൻ കഴിയൂല. ഹബീബായ തങ്ങൾക്ക്, സ്വഹാബികൾക്ക് ഹബീബായ തങ്ങളോടുള്ള പ്രണയമാ പറഞ്ഞത്, അവരെ കൽബിന്റെ സ്നേഹമാ പറഞ്ഞത്. മുത്തുനബിയെ കാണാൻ അവര് മത്സരിക്കുകയാണ്. കാരണം ലൈതനി ഖസ്വനി ബിറുയതി വജ്ഹിൻ സാല അൻ കുല്ലി മൻ റആഹു ശിഖാഹു. ബുസൂരി ഇമാം പറഞ്ഞില്ലേ, എന്റെ റബ്ബെന്നെ എന്ന് പ്രത്യേകമായി ഹബീബായ തങ്ങളെ
തങ്ങളെ കാണാനൊന്ന് തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാലഅൻ കുല്ലി മൻ റആഹു ശിഖാഉ. ആ ഹബീബായ തങ്ങളെ കണ്ടാൽ പിന്നെ പരാജയമില്ല. മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സാഫിൽ മുബറദ് വിറുദുനാ യൗമൻ നുശൂരി. അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ അല്ലാഹ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ മദ്ഹിന്റെ ജൽസയുടെ ബറക്കത്ത് കൊണ്ട്, ഈ നാട്ടിൽ മറവട്ട് കിടക്കുന്ന സാദാത്യങ്ങൾ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് ചെയ്ത ആളായാലും അവര് ഹബീബായ തങ്ങളെ മുമ്പിൽ വന്നിട്ട് ഷഹാദത്ത് കലിമയൊന്ന് ചൊല്ലിയിട്ട് മുത്തുനബിന്റെ സദസ്സിൽ ഒരു സെക്കൻഡ് കൂടിയാൽ ഈ ഉമ്മത്തിന്റെ നേതാക്കളായി അവര് സുഹാബികളായി മാറുന്നു. സുഹാബികളെ നക്ഷത്ര തുല്യരാ. ആരെ തുടർന്നാലും നിങ്ങൾ വിജയത്തിലാ. ഒന്ന് കണ്ടാൽ മതി കേട്ടോ. സുഹാബികൾക്ക് എന്തൊരു താല്പര്യം നോക്ക്. നിങ്ങൾ മദീനത്തെ പള്ളിയിലെ സ്വഹാബികൾ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് അവര് തിക്കും തിരക്കും ഉണ്ടാക്കുന്നു. ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുന്ന എന്തിനാണത്? അവിടെ ഭക്ഷണം ആദ്യം വിതരണം ചെയ്യുന്ന സ്ഥലമായത് കൊണ്ടല്ല, അവർക്ക് എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടമുള്ളത് കൊണ്ടല്ല. സഹോദര, മദീനയിൽ താമസിക്കുമ്പോ കാര്യമായി ഹബീബായ തങ്ങളെ കാണാൻ കഴിയാത്തൊരു സമയത്താണെന്നറിയോ? നിസ്കരിക്കുമ്പോഴാണ്. മുത്തുനബി ഇമാമായി നിൽക്കുമ്പോൾ ബാക്കിലാണ് ആളുകൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ നിസ്കാരം കഴിയുന്നത് വരെ കാണാൻ കഴിയൂല. എന്നാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഹബീബായ തങ്ങളെ തിരിഞ്ഞിരിക്കല് നമ്മളെ ഇമാമുമാര് തിരിയും പോലെ വലതുഭാഗത്തേക്കാണ്. അപ്പൊ ഹബീബായ തങ്ങളെ വജ്ഹ് കാണാം. അതുകൊണ്ട് അവര് വലതുഭാഗത്ത് വല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ആര്? നേരത്തെ ഈ സ്വഹാബികൾ കണ്ടിട്ടുണ്ട്. ചില സ്വഹാബികൾ വീട്ടിൽ നിൽക്കുന്നില്ല, അവര് പോയ ഉടനെ വരികയാണ് മദീനത്തെ പള്ളിയിൽ. എന്തിന്? ഹബീബായ തങ്ങളെ കാണാൻ. ചില സ്വഹാബികൾ വിദേശങ്ങളിലേക്ക് ദീനീ ദഅവത്തിന് നടത്തുമ്പോ പറഞ്ഞേക്കുമ്പോ അവരേങ്ങലടിച്ച് കരയുന്നെന്തിന്? ഭാര്യനോട് വിട പറയുന്ന സങ്കടമല്ല, കുടുംബത്തെ ഒഴിവാക്കുന്ന സങ്കടമല്ല, ഹബീബായ തങ്ങളെ കാണാതിരിക്കുന്ന സങ്കടമാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അറഫയുടെ ദിവസം അങ്ങ് പ്രഖ്യാപിച്ചു, ഫല്യുബല്ലിഗു ശാഹിദുൽ ഗായിബ്. അറിയുന്ന ആൾ ഇത് കേട്ടയാൾ കേൾക്കാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ആ വിഷയത്തിൽ ആവേശം ഉൾക്കൊണ്ട് സ്വഹാബികൾ ഓരോരുത്തരുടെ കുതിര എങ്ങനെയാ മുമ്പോട്ട് നിൽക്കുക അതേപോലെ ഓടിയെന്ന ചരിത്രത്തിൽ പറയുന്നത്. എന്നാൽ എത്രയോ ആയിരക്കണക്കിന് സ്വഹാബികൾ മദീനയിൽ നിന്ന് പോയില്ല. അവർക്ക് ദഅവത്തിന്റെ കൂലി കിട്ടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, വജ്ഹു റസൂലില്ലാഹ്. ആകെ ജീവിക്കുമ്പോഴുള്ള സന്തോഷം മുത്തുനബിന്റെ വജ്ഹൊന്ന് കണ്ടുകൊണ്ടിരിക്കലാണ്. എന്തൊരു പ്രക്ഷോഭിതമായ വജ്ഹാണത്. ആ മുഖമൊന്ന് കണ്ടുകൊണ്ടിരിക്കാൻ സ്വഹാബികൾക്ക് എല്ലാ സങ്കടങ്ങളും മറന്നു പോകുന്നു. സുഹൃത്തുക്കളെ, സ്വഹാബികൾ പലരും മദീനയിൽ നിന്ന് പോകാതിരിക്കാൻ കാരണം ഹബീബായ തങ്ങളെ സാന്നിധ്യമാണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബായ തങ്ങളങ്ങ് വഫാത്തായപ്പോ, മുത്തുനബിന്റെ അജലങ്ങെത്തിയപ്പോ, ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സമനില തെറ്റിയതുപോലെ പ്രവർത്തിച്ചു എന്ന് നമുക്കറിയാം. ഹബീബായ തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളയുമെന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞതായി നമുക്കറിയാം. ചില സ്വഹാബികളതാ ഈന്തപ്പന മടലുകൾ വെട്ടി ശരിയാക്കും, മറ്റു പണികൾ ഏർപ്പെടുന്ന സമയത്താണ് ഒരാൾ പറയുന്നത് മുത്തുനബി വഫാത്തായി പോയി. ചില സ്വഹാബികൾ കണ്ണങ്ങ് കുത്തിപ്പൊട്ടിച്ചു, ഹബീബായ തങ്ങളില്ലാത്ത മദീന കാണണ്ട, ഹബീബായ തങ്ങളില്ലാത്ത നാട് വേണ്ട. അങ്ങനെ പലരും പറഞ്ഞു. ഹബീബായ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം സ്വഹാബികൾക്ക് കുറേയാൾക്ക് മദീനയിൽ നിൽക്കാൻ മനസ്സ് വരുന്നില്ല. മദീനയിൽ നിന്ന് പോകാൻ വേണ്ടി ഒരു മുത്തുനബി ഓർമ്മിച്ചിട്ട് കരയാണ്, ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല. കൂട്ടത്തിലതാ ബിലാലിതങ്ങളും പോകുന്നു, പലരും പല നാട്ടിലേക്കും പോകുന്നു, ബിലാലിതങ്ങളും തിരിച്ചു പോകുന്നു. അദ്ദേഹം മദീനയിൽ നിൽക്കുന്നില്ല. ആരാമോനെ ബിലാല്? മക്കയിൽ ഒരുപാട് സങ്കടം സഹിച്ചു ബിലാല് തങ്ങൾ. പണ്ട് ജബൽ ഖുബൈസിന്റെ താഴെ നിന്നു മയ്യത്തെന്ന കിങ്കരൻ ഒരുപാടടിച്ചു ഹബീബായ തങ്ങളെ വിശ്വസിച്ചപ്പോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസത്തൊന്നും മാറിയില്ല.
സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു, ബക്കറ്റും കൊണ്ട് നമ്മുടെ മക്കൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിന് നല്ല ചെലവുണ്ട്. നിങ്ങൾ ഇതുവരെ കേട്ടത് മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ തങ്ങളെ മദ്ഹ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ മദ്ഹ പറഞ്ഞാൽ ഇജാബത്ത് ഉറപ്പാ. നമുക്ക് ദുആരക്കാം, അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും നല്ല പൈസ കൊടുക്കണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയാം. അള്ളാഹു ഈ നാട്ടുകാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞാൽ അള്ളാഹു ബർക്കത്തും കൊടുക്കട്ടെ. എല്ലാവരും നല്ല പൈസ കൊടുക്കണം. ചില ആളുകൾ പൈസ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, അവര് പൊന്ന് കൊടുത്താൽ സ്വീകരിക്കൂലേ? സഹോദരിമാര് സ്വർണം കൊടുത്താൽ അത് സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഹബീബായ തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിലേക്ക് കൊടുക്കാൻ അല്ലാഹു നമുക്ക് ഈമാനും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് ബിലാൽ തങ്ങൾ എന്തൊരു സങ്കടമുള്ള ആളാ. ബിലാൽ തങ്ങൾ മക്കയിൽ നിന്ന് അടിച്ചടിച്ച് ഉമയ്യത്ത് കിങ്കരനാണ്, വല്ലാതെ അങ്ങടിച്ചു. മാറുവോ ബിലാലേ? ബിലാൽ തങ്ങൾ മാറുന്നില്ല. അവസാനം ഇയാൾ അടിച്ചിട്ട് ക്ഷീണിച്ചപ്പോ ചെറുപ്പക്കാരോട് കയ്യും കാലും കെട്ടിയിട്ട് പറഞ്ഞു, ബലിക്കടോ ബിലാലിന്. സുബ്ഹാനല്ലാഹ്, നായെ കെട്ടി വലിക്കുന്നത് പോലെ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്ഭാഗത്തുനിന്ന് അതാ സഫാ മർവന്റെ ഇടയിൽ നടക്കുന്ന വഴികളിലൂടെ വലിച്ചു വലിച്ചു വലിച്ച് കഅബാലയത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. അവിടെ ഇട്ടിട്ട് കയ്യും കാലും ബന്ദ് ചെയ്യുന്നു. വലിയ പാറ ഉരുട്ടിയിട്ട് നെഞ്ഞിന്റെ മേലെ കയറ്റി വെക്കുന്നു. ശ്വാസം കഴിക്കാൻ പറ്റുന്നില്ല, ഒന്നും അനങ്ങാൻ കഴിയുന്നില്ല. അടിമയാണ് ബിലാല്, ചോദ്യം ചെയ്യാൻ പറ്റില്ല. വല്ലാതെ അടിക്കാണ്. ശരീരം മുഴുവനും കല്ലിനെ കൊണ്ട് വലിക്കുമ്പോ പാള വലിക്കുന്ന പോലെ വലിച്ചിട്ട് പല സ്ഥലത്തൊന്നും പൊട്ടിച്ചോരയൊഴുകുന്നുണ്ട്. ബിലാല് തങ്ങൾ വളരെ ക്ഷീണിച്ചു പോയ അവസ്ഥയിലാണ്. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ സുദീഖുൽ അക്ബർ തങ്ങൾ നടന്നു പോകുമ്പോ ഒരാളെ വലിച്ച പാട് കാണുന്ന വഴിയിൽ നോക്കുമ്പോ വലിയ ശബ്ദം കേൾക്കുന്നു. കഅബന്റെ അടുക്കൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മയ്യത്തും കിങ്കരന്മാരും ഉണ്ട്. മാറുവോടാന്നാ ചോദിക്കുന്നത് ബിലാലിനോട്. അള്ളാഹു ഏകനാണെന്ന ആശയത്തുനിന്ന് മാറുവോ? മുഹമ്മദ് നബിയാണ് എന്നുള്ള ആശയത്തുനിന്ന് മാറുവോ? അതങ്ങ് ചോദിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മെല്ലെ നോക്കി. ചാട്ടവാറ് കൊണ്ടാ ഞാൻ മയ്യത്തടിക്കുന്നു, ചോര പൊട്ടി ഒഴുകുന്നു. പക്ഷെ തടവാൻ പറ്റുന്നില്ല, കൈ കെട്ടിയിട്ടാ ഉള്ളത്, അനങ്ങാൻ പറ്റുന്നില്ല, നെഞ്ഞത്ത് പാറ വെച്ചിട്ടുണ്ട്. വല്ലാതെ സങ്കടം തോന്നിപ്പോയി. ബിലാൽ തങ്ങളുടെ ചുണ്ടൊന്ന് അനങ്ങുമ്പോ കണ്ടു നിന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചിന്തിച്ചു, ബിലാല് മാറ്റി പറയുമോ? അടിയുടെ വേദന കൊണ്ട് ബിലാൽ ഒന്ന് മാറ്റി പറയോ? ഇല്ല ഇല്ല. ബിലാൽ തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഉമയ്യത്തെ അടിച്ചടിച്ചെന്നെ കൊന്നാലും അതെന്റെ റൂഹ് പോകുന്നത് വരെയല്ലേ. വല്ലാഖിറതു ഖൈറും വബഖാ, അനന്തവും അത്യുന്നതവുമായ ലോകമാഖിറമാണ്. എന്റെ ഹബീബായ തങ്ങളെ ജാരത്ത് സ്വർഗത്തിൽ എന്റെ റബ്ബെനിക്കിടം നൽകിയാൽ നിങ്ങൾ എന്റെ യജമാനനാ. ദുനിയാവിൽ ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങൾക്ക് അടിക്കാം, കൊല്ലാം, എന്തും ചെയ്യാം. പക്ഷെ എന്റെ വിശ്വാസത്തൊന്നും മാറൂല്ല. ഉമയ്യത്ത് വല്ലാതെ ഈർഷതയോടെ ചാട്ടവാറ് പൊക്കി ആഞ്ഞടിക്കാൻ നോക്കുമ്പോ കടന്നു പിടിച്ചു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമയ്യത്തിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നു, ഉമയ്യത്തെ നിങ്ങൾ ബിലാലിനെ വിൽക്കുവോ? നിങ്ങൾ ബിലാലിനെ വിൽക്കുവോ? വിൽക്കാം അബൂബക്കർ, നിങ്ങൾക്ക് വേണോ? വേണം. എത്രയാണ് പൊന്ന്? അന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ലാത്ത പൊന്ന് പറഞ്ഞ് ഒന്ന് കുറക്കുവോന്ന് പോലും ചോദിച്ചില്ല. അപ്പോൾ തന്നെ എണ്ണിക്കൊടുത്തിട്ട് ബിലാൽ തങ്ങളെ മോചിപ്പിക്കുന്നു. ബിലാൽ തങ്ങളെ ഏതാ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ ആളുകളെ ഒഴിവാക്കുന്നു. ബിലാൽ തങ്ങളെ നെഞ്ഞത്തുനിന്ന് കല്ല് തട്ടി താഴെയിടുന്നു. കൈകാലുകളെ കെട്ടുകളൊക്കെ അഴിച്ചു കൊടുക്കുന്നു. തന്റെ മേൽമുണ്ടെടുത്തിട്ട് ബിലാൽ തങ്ങളെ ശരീരത്തിലുള്ള രക്തങ്ങൾ, പൊടിപിടിച്ച രക്തങ്ങൾ ഒപ്പിക്കൊടുക്കുന്നു. ബിലാൽ തങ്ങൾ ക്ഷീണത്തോടെ എഴുന്നേറ്റ് പുതിയ യജമാനന്റെ മുമ്പിൽ ഭവ്യതയോടെ നിൽക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞു, ബിലാലേ, നീ എന്റെ അടിമയല്ല, നീ എന്റെ അനുജനാണ്, നീ എന്റെ അനുജനാണ്, നീ എന്റെ സഹോദരനാണ്. ഞാൻ നിന്നെ സ്വതന്ത്രനാക്കും. നിന്നെ എന്റെ അടിമയാക്കി വെക്കാൻ താല്പര്യമില്ല.
ബിലാല് തങ്ങളെ കയ്യും പിടിച്ച് ദാറുൽ അർഖമിലേക്ക് ഹബീബായ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെത്തുമ്പോ സന്തോഷം അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം നേരിട്ട് അറിയിച്ചു കളഞ്ഞു. വസയുജന്നബുഹൽ തഖാ അല്ലദീ യുഅതി മാലഹു യതസക്കാ വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബുതിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കി കൊടുക്കുകയാണ്. ഏത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ബിലാല് തങ്ങളെ മോചിപ്പിച്ചപ്പോൾ ഇറങ്ങിയ ആയത്താണത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബിന് സന്തോഷമായി പോയി. ആ ബിലാല് തങ്ങൾക്ക് വലിയ സ്ഥാനം അള്ളാന്റെ റസൂല് കൊടുത്തു. മക്കം ഫത്ഹിന്റെ അന്ന് കഅബന്റെ മേലെ വാതിൽ ബാങ്ക് കൊടുക്കാൻ അതിന് മുമ്പും കൊടുത്തിട്ടില്ല, ചരിത്രത്തിൽ അതിന് ശേഷവും കൊടുത്തിട്ടില്ല. ഒരേ ഒരു ബാങ്ക് കഅബാലയത്തിന്റെ മേലെന്ന് കൊടുത്തതാരാ? സയ്യിദുനാ ബിലാൽ. ആ ബിലാല് തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. മുഅദ്ദിനു റസൂലില്ലാഹ്, അള്ളാന്റെ ഹബീബിന്റെ ആദരവുള്ള മുക്കറിക്ക, അള്ളാന്റെ റസൂലിന്റെ ആദരവുള്ള മുഅദ്ദിനാണ് ബിലാല് തങ്ങൾ. ആ ബിലാല് തങ്ങൾക്ക് മദീനയിൽ നിൽക്കാൻ കഴിയുന്നില്ല. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ബാങ്ക് കൊടുത്തില്ല. നാടുമാറി താമസിച്ചു. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഭരണം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഭരിക്കുമ്പോഴാണ് സയ്യിദുനാ ബിലാൽ തങ്ങൾ സ്വപ്നം കാണുന്നത്. ആരേ? സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ് ഉറക്കിൽ വന്നിട്ട്, ബിലാലേ നിങ്ങൾ എന്നെ മറന്നോ? എന്തേ ബിലാലെ മദീനയിൽ വരാത്തത്? ബിലാല് തങ്ങൾക്ക് മദീന ചിന്തിക്കുമ്പോൾ കരച്ചിൽ വരികയാണ്. മദീനയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഹബീബായ തങ്ങളില്ലാത്ത മദീന ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പോയില്ല. പക്ഷെ ഇവിടെ ഹബീബായ തങ്ങളാണ് ക്ഷണിക്കുന്നത്. നേരിട്ട് വന്നിട്ട് പോകാതിരിക്കാൻ പറ്റുമോ? ഉറക്കിൽ നിന്ന് ഞെട്ടി മദീനയിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തി യാത്ര പുറപ്പെട്ടു. മദീനയിലങ്ങ് ദിവസങ്ങൾ പിടിച്ചിട്ട് മദീനയിലെത്തിയപ്പോ കൽബിങ്ങനെ കരയാണ്. ഹബീബായ തങ്ങളുടെ കൂടെ ജീവിച്ച പരിസരം ഓർമ്മിച്ചിട്ട് ആളുകൾ ഒന്ന് രണ്ട് പരിചയക്കാരെ കാണുമ്പോ ആള് പറയുന്നു, ബിലാല് വന്നു, ബിലാല് വന്ന്, ബിലാല് വന്നു. മദീനയിൽ ഇങ്ങനെ കാട്ടുതീ പോലെ പരക്കാൻ തുടങ്ങി. ബിലാല് വന്നിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കണ്ടു. ഹബീബായ തങ്ങളെ റൗള സിയാറത്ത് ചെയ്തു. ബിലാല് തങ്ങൾ ഇരിക്കുമ്പോഴാണ് രണ്ട് ചെറുപ്പക്കാരായ മക്കൾ ഓടി വരുന്നു. സയ്യിദനാ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, രണ്ട് മഹത്വമുള്ള അഹ്ലു ബൈത്തിന്റെ ആദരവുള്ള പിതാക്കന്മാര്, ഹബീബായ തങ്ങളുടെ പേരക്കുട്ടികള്. അവരോടി വന്നിട്ട് ബിലാല് തങ്ങളോട്, ബിലാലേ ബാപ്പാപ്പന്റെ കാലത്ത് ഉപ്പാപ്പന്റെ കാലത്തുള്ള ബാങ്ക് കേൾക്കാൻ ഞങ്ങൾക്ക് ആശയുണ്ട്, ബാങ്ക് വിളിക്കണം. മക്കളെ നിങ്ങൾ നിർബന്ധിക്കരുത്, എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. ഉസ്തനബിന്റെ കാലശേഷം ഞാൻ ബാങ്ക് വിളിച്ചിട്ടില്ല. ഞങ്ങളല്ലേ പറയുന്നത്, ഞങ്ങൾ പറഞ്ഞാൽ അങ്ങ് കേൾക്കൂലേ? ഏതാണ് ഈ മക്കള്? ഹബീബായ തങ്ങളെ മടിയിൽ കിടന്നു വളർന്ന മക്കള്. നിസ്കരിക്കുമ്പോ സുജൂദ് എഴുന്നേൽക്കുന്നില്ല. കുറെ സമയം കഴിഞ്ഞു. സ്വഹാബികള് നിസ്കാര സലാം വീട്ടിയ ശേഷം ചോദിക്കുക, എന്റെ നബിയെ സുജൂദിൽ ഏറെ സമയം പിടിച്ചത്? അതിന് ഹബീബായ തങ്ങളെ മറുപടി, എന്റെ മക്കൾ എന്നെ വാഹനമാക്കി കളഞ്ഞു. ഹസൻ ഹുസൈൻ തങ്ങൾ തോളത്ത് കയറിയിരുന്നതാണ് സുജൂദ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തിയ പൊന്നുമക്കളാ. ആ മക്കള് പറയുന്നു, ഞങ്ങൾ പറഞ്ഞാലും ബാങ്ക് കൊടുക്കൂലേ? ബിലാല് തങ്ങളുടെ മർമ്മത്തിലാണ് അവര് പിടിച്ചത്. മുത്തുനബിക്ക് പ്രിയപ്പെട്ട മക്കള് പറഞ്ഞാൽ കൊടുക്കാതിരിക്കോ? നോക്കാം മക്കളെ, നോക്കാം. ബാങ്കിന്റെ സമയമായി. ബിലാല് തങ്ങൾ മദീനത്ത് ബാങ്ക് കൊടുക്കുന്ന സ്ഥലത്ത് കയറി. മക്കൾ ഇങ്ങനെ താഴ്ന്നു നോക്കി സന്തോഷത്തോടെ. ബിലാല് തങ്ങൾ വാതിലങ്ങ് വാങ്കങ്ങ് തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മദീന ഞെട്ടി. 8 കിലോമീറ്ററോളം ചുറ്റളവിൽ കടന്നു പോകുന്ന ബിലാല് തങ്ങളുടെ ശബ്ദമാധുരി. അതേ പണ്ടേ ബാങ്കിന്റെ സ്വപ്നം കണ്ട സ്വഹാബിയോട് ഓടി വന്നു പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞു, കുമ്മ ബിലാൽ, നീ ബിലാലിന്റെ കൂടെ നിൽക്ക്. എന്നിട്ട് ബിലാലിന് പറഞ്ഞു കൊടുക്ക്, ബിലാൽ ഉച്ചത്തിൽ വിളിക്കട്ടെ. വഹുവ അന്താ സൗത്ത്, വലിയ ശബ്ദമാധുരിയുടെ ഉടമയാണ് ബിലാൽ. മക്കയിൽ 8 കിലോമീറ്റർ ചുറ്റളവിൽ മൈക്ക് വേണ്ട. ബിലാൽ തങ്ങളെ ബാങ്കെത്തുമെന്ന ചരിത്രം പഠിപ്പിക്കുന്നത്. ആ ബിലാൽ തങ്ങളെ ബാങ്കങ്ങ് കേട്ടപ്പോ മദീന ഞെട്ടി.
മദീനയിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങാൻ തുടങ്ങി. സ്ത്രീകളൊക്കെ ജനാല തുറന്നു, കർട്ടനങ്ങ് മാറ്റി വാതിൽ തുറന്നു. എല്ലാവരും പറയുന്ന ജാ ബിലാൽ, ബിലാൽ വന്നു, ബിലാൽ വന്നു. മദാ റജഅ സമനു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മടങ്ങി വന്നു. പുരുഷന്മാർ ഉള്ള വസ്ത്രത്തിൽ മദീനത്തെ പള്ളിയിലേക്ക് ആയിരങ്ങൾ ഓടുകയാണ്. പലർക്കും സംഗതി മനസ്സിലായില്ല. പലരും പറഞ്ഞു റജാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വന്നു, അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വന്നു. ഓടി അങ്ങ് ജനങ്ങൾ വരികയാണ്. ബിലാൽ തങ്ങളെ ഉച്ചത്തിലുള്ള നല്ല ക്ഷീണത്തിലുള്ള വാങ്കങ്ങ് വിളിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ. പിന്നെ അങ്ങ് കേൾക്കുന്നില്ല. മൈക്കിൽ വാങ്ക് കൊടുക്കുമ്പോ കറണ്ട് പോയാൽ കട്ടാകുന്നത് പോലെ ബിലാൽ തങ്ങളെ വാങ്ക് പുറത്തേക്കില്ല. മദീനത്തുൽ മസ്ജിദുൻ നബവിയുടെ ചുറ്റുഭാഗത്തോടി കൂടിയ നൂറുകണക്കായ ആയിരക്കണക്കായ സ്വഹാബികൾ ചോദിക്കുന്ന എവിടെ ബിലാൽ, എവിടെ ബിലാൽ? ബാങ്കിനൊന്നു പറ്റി? മക്കള് കാണിച്ചു കൊടുക്കുന്ന കിടക്കുന്ന ബിലാൽ ബോധമില്ല. ഹസൻ ഹുസൈൻ തങ്ങൾ വന്ന് തട്ടി വിളിക്കുന്ന ബിലാലെ കണ്ണു തുറക്ക്, ബിലാലെ, ബിലാലെ കണ്ണു തുറക്ക്, ബിലാലെ. ആളുകൾ വന്നിട്ട് വിളിക്കുന്ന ബിലാലെ എഴുന്നേൽക്ക്, ബിലാലെ. ബിലാല് തങ്ങൾ കണ്ണ് നോക്കുമ്പോ കരയുന്ന മക്കളെയാ കാണുന്നത്. ഹസൻ ഹുസൈൻ തങ്ങളെ കൂട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, മക്കളെ, ഹബീബായ തങ്ങളെ പള്ളിയിൽ ഞാൻ അതിനുശേഷം ബാങ്ക് കൊടുത്തിട്ടില്ല, ഞാൻ എവിടുന്നും ബാങ്ക് കൊടുത്തിട്ടില്ല. മുത്തുനബിന്റെ കാലത്ത് ബാങ്ക് കൊടുത്ത എനിക്ക് ഇനി ബാങ്ക് കൊടുക്കാൻ കഴിയില്ല. സ്നേഹമെന്ന് പറയുന്നത് സഹോദരങ്ങളെ വെറും സുന്നത്ത് നിസ്കാരമല്ല. ചില സലഫികൾ വിഡ്ഢികൾ അവര് പറഞ്ഞു പടത്തി സ്നേഹമെന്ന് പറയുന്നത് അത് സുന്നത്ത് നിസ്കരിക്കലാണ്. സ്നേഹമെന്ന് പറയുന്നത് വേറെന്തോ സംഗതിയാണല്ലടോ. സ്നേഹമെന്ന് പറയുന്ന കൽബിന്റെ ഉള്ളിലുള്ള വികാരമാ. നിന്റെ ഭാര്യനെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ നിനക്ക് സങ്കടം വരലാണ്, അവളെ സന്തോഷത്തിൽ നിനക്ക് സന്തോഷം ഉണ്ടാകല, അല്ലാതെ ചോറ് കൊടുക്കൽ മാത്രമല്ല. സുന്നത്ത് നിസ്കരിക്കൽ വലിയ സ്നേഹത്തിന്റെ ഭാഗമാണ്, സ്വലാത്ത് ചൊല്ലൽ ഭാഗമാണ്. പക്ഷെ സ്നേഹമെന്ന് പറയുന്നത് അത് കൽബിന്റെ വികാരമാ. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങൾക്കെതിരെ കാർട്ടൂൺ വരച്ചാൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഒരാൾ ലേഖനം എഴുതിയാൽ, അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ആരെങ്കിലും ക്ലിപ്പ് പ്രദർശിപ്പിച്ചാൽ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന കോടിക്കണക്കായ വിശ്വാസികളുടെ മനസ്സിൽ അത് മുറിവുണ്ടാക്കും. പക്ഷെ പ്രതികരണം അത് ഹബീബായ തങ്ങളെ സ്വഭാവത്തിലേ പറ്റൂ. അടിച്ചവനെ തിരിച്ചടിക്കാതെ സഹിഷ്ണുതയുടെ പാഠം പഠിപ്പിച്ച മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന്റെ പാട്ടിന് വിട്ടിട്ട് ഹബീബായ തങ്ങളെ പിൻപറ്റാനുള്ള പരിശ്രമം നടത്തണേ ചെറുപ്പക്കാരെ. വലിയ വിദ്വേഷമായ പ്രകടനങ്ങൾ നടത്തേണ്ട, വലിയ കൊട്ടിഘോഷങ്ങളും അക്രമങ്ങളും നമ്മൾ ആഹ്വാനം ചെയ്യേണ്ട. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർ സംയമനം പാലിച്ച് മുത്തുനബിയുടെ ഇത്തിബായിലേക്ക് കടന്നു വന്ന് എല്ലാ തെമ്മാടികളെയും അവരെ ഇരുത്തേണ്ട സ്ഥാനത്തിരുത്താൻ ലോകത്തെ ഏറ്റവും വലിയ ആദർശം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആശയം കൊണ്ട് നേരിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിച്ച് എന്നെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാര് മുത്തുനബിയുടെ വാക്ക് പിൻപറ്റിയിട്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. പാതിരാക്ക് എഴുന്നേറ്റ് 2 റക്അത്ത് ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചിട്ട് നീ അള്ളാന്റെ സ്വർഗത്തിലേക്ക് സമാധാനത്തോടെ കടന്നു. ഈ വാള് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും എന്റെ അമ്മാറത്താകുന്ന നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സവൻ സ്വീകരിക്കട്ടെ. മദീന നമ്മുടെ കൽബിൽ ഏറ്റവും വലിയ അഭിലാഷമായി അല്ലാഹു മാറ്റി തരട്ടെ. ബിലാൽ തങ്ങളെ സ്നേഹിക്കാൻ, അവരെ കൂടെ സ്വർഗത്തിലെത്താൻ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുറാഫഖ കിട്ടാൻ അള്ളാഹു നമ്മുടെ ഈ സദസ് നമുക്കൊരു കാരണമാക്കി തരട്ടെ. ഞാൻ എന്റെ ഉമ്മമാരോട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് എല്ലാവരോടും പറയുന്നു, നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്നവർ, സിനിമ കാണുന്നവർ, തോന്നിയാസം കാണുന്നവർ, എന്നിട്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ സ്നേഹം ഉണ്ടോ എന്ന് പറയുന്നു. ഓ മക്കളെ, നമ്മളങ്ങനെ പറയരുത്. സ്നേഹമുണ്ടെങ്കിൽ ഒന്നും കാണൂല. എന്റെ സംസാരത്തിന്റെ ഞാൻ നിർത്തുകയാണ്. എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. മുത്തുനബിയെ കാണാൻ നിയ്യത്താക്കിയിട്ട് ചൊല്ലണം. ഒരു 100 എണ്ണം പിടിച്ച് ചുരുങ്ങിയത് 100 ചൊല്ലിക്കോ.
അതിന്റെ അപ്പുറത്ത് എത്ര കൂട്ടാൻ കഴിയോ നിങ്ങൾ കൂട്ടിക്കോ. അങ്ങനെ തന്നെ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ ഉറങ്ങുക. 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ സാധാരണ ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളൊക്കെ ചൊല്ലിക്കോ. അതിനുശേഷം നീ കിടന്നിട്ട് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. ഖൽബിലൊരു ചിന്ത, എന്റെ ഹബീബായ തങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, എനിക്ക് എന്തേ ഒന്ന് കാണാൻ കഴിയാത്തത്. അങ്ങനെ തന്നെ ചിന്തിച്ചിട്ട് ചൊല്ലിക്കോ. കുറെ നാള് കഴിയുമ്പോ മദീനയിലെ രാജാവ് ഹബീബായ തങ്ങൾക്ക് ദിനേന ഇവിടെ ഉദ്യാപുരത്തെ ആയിഷ ഫാത്തിമയുടെ, ഉദ്യാപുരത്തെ അബ്ദുൽ ഖാദിറിന്റെ സ്വലാത്ത് ഇങ്ങനെ ദിവസം എത്തുകയാണ്. നീ കണ്ണടക്കും മലക്കുകളെ ഏറ്റു ചൊല്ലും. നീ ഉണരുന്നത് വരെ മലക്കുകൾ നിനക്ക് വേണ്ടി ചൊല്ലും. ആ കണക്കൊക്കെ നിന്റെ അക്കൗണ്ടിൽ അള്ള വരെ പോക്കും. എത്ര ഭാഗ്യമാ സഹോദരാ, നീ പാട്ടും കേട്ട് സിനിമയും കണ്ട് മൊബൈലും കണ്ട് ക്ലിപ്പും കണ്ടിട്ട് കിടന്നുറങ്ങിയ നേരം വെളുക്കുന്നവരെ മലക്കുകൾ നിന്നെ ശപിക്കുകയല്ലേ. സ്വലാത്ത് ചൊല്ലി ഉറങ്ങണേ മക്കളെ. അങ്ങനെ ഹബീബായ തങ്ങൾ ചൊല്ലി ഒരു മാസം കഴിഞ്ഞ്, ഒരു കൊല്ലം കഴിഞ്ഞ്, 10 കൊല്ലം കഴിഞ്ഞ് നിന്റെ അടുക്കൽ മുത്തുനബി വന്നില്ല. നീ നിർത്തണ്ട. കുറെ കഴിയുമ്പോ ഹബീബായ തങ്ങളെ മനസ്സിലൊരു ചിന്ത, അല്ലാ, ഇന്ത്യ രാജ്യത്ത് കേരളത്ത് കാസർഗോഡിന്റെ അങ്ങേ മൂലയില് ഉദ്യാപുരത്ത് ഒരു ആയിഷ, ഒരു ഫാത്തിമ, ഉദ്യാപുരത്ത് ഒരു അബ്ദുർ റഹ്മാൻ, ഒരു അബ്ദുൽ ഖാദിർ എന്നെ കാണാൻ ആശ വെച്ച് എത്രയോ തെമ്മാടിത്തങ്ങൾ അവർ ചെയ്തവരാണ്. സിനിമ കണ്ടവരാ, പാട്ട് കേട്ടവരാ, വ്യഭിചരിച്ചവരാ, കള്ളു കുടിച്ചവരാ, തെമ്മാടിത്തം ചെയ്തവരാ, പലിശ കൊടുത്തവരാ, വാങ്ങിയവരാ. എന്ത് തെറ്റവർ ചെയ്താലും അതൊക്കെ തൗബ ചെയ്തു. ഏതോ ഒരു സംസാരം അവരെ ഖൽബ് കൊണ്ടവരേറ്റെടുത്തു. അന്നു മുതൽ അവർ സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എന്നെ കാണാനാണ് ചൊല്ലുന്നത്. പക്ഷെ ഞാൻ പോയില്ല. പോകാത്തോണ്ട് പരിഭവവും പരാതി ആരോടും പറഞ്ഞില്ല. കാടുമെന്ന നിലക്ക് അവർ ഉറച്ച് വിശ്വസിച്ച് ചൊല്ലുകയാണ്. ഇപ്പൊ അവര് തെറ്റൊന്നും ചെയ്യാറില്ല. പണ്ട് കേട്ടതൊന്നും കണ്ടതൊന്നും ഇപ്പൊ അവര് കാണാറില്ല. അവരിപ്പൊ നല്ല മനസ്സിന്റെ ഉടമകളാണ്. അവരെന്നെ കാണണമെന്ന നിലക്ക് ഇങ്ങനെ ചിന്തിച്ച് കരഞ്ഞിട്ടുറങ്ങുകയാണ്. റബ്ബേ, കൊല്ലങ്ങൾ പലതും കഴിഞ്ഞില്ലേ, ഇനി ആ ആശിഖീങ്ങളായ മുഅ്മിനീങ്ങളുടെ അടുക്കൽ എനിക്കൊന്ന് പോയാലെന്താ? ഹബീബായ തങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത, ഒരു തോന്നൽ വരുന്നത് വരെ സ്വലാത്ത് നിർത്തണ്ട. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. ഓ മക്കളെ, അങ്ങനെ ഒരു ചിന്ത വന്നാൽ നമ്മൾ വിജയിച്ചു പോയി. മുത്തുനബിയെ കണ്ട പിന്നെ പരാജയമില്ല, പിന്നെ ജീവിതത്തിൽ വിജയം മാത്രം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ മനസ്സ് അല്ലാഹു മദീനയിൽ എത്തിക്കട്ടെ, നമ്മുടെ ശരീരം അല്ലാഹു മദീനയിൽ എത്തിക്കട്ടെ. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്ക്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോനെ ഈ മൈക്കൊന്ന് കേൾക്കുന്നു. എല്ലാവരും കുറച്ച് മുമ്പിലോട്ട് വരിക. കുറെ ആളുകൾ ഉസ്താദിനോട് ദ്വാരക്കാൻ വന്നത് ഗൾഫിൽ ജോലി കിട്ടാനൊക്കെ അല്ലാഹു റഹ്മത്താക്കട്ടെ. ഈ കസേര മുമ്പോട്ട് കിട്ടാം. നമ്മുടെ എൻ്റെ അഭിവന്യരായ ഷെയ്ഖാണ് ഷുഐബ് ആലം സാഹിബ് ജലാലിയ റാത്തീബിൽ, ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങളുടെ ഷെയ്ഖാണ്. എൻ്റെ ഷെയ്ഖ് എന്ന് എൻ്റെ ബഹുമാനം കൊണ്ട് പറഞ്ഞല്ല, എൻ്റെയും ഷെയ്ഖാണ് എന്ന് പറഞ്ഞതാണ്. മഹാനവറുകൾ ഇജാസത്ത് കൊടുത്ത് ഇവിടെ ജലാലി റാത്തീബ് തുടങ്ങുന്ന വ്യാഴാഴ്ച. ജലാലി റാത്തീബ് വലിയ മഹത്വമുള്ള ദിക്റാണ്. ആ ജലാലി റാത്തീബിൻ്റെ കിതാബിൻ്റെ അവസാനത്തുള്ള ബൈത്ത് തന്നെ ഞാൻ സാധാരണ എപ്പോഴും വഅദ് നിർത്തുമ്പോൾ ചൊല്ലാറുള്ളത്. ഇന്നും അതന്നെ ചെല്ലുന്നത്. നിങ്ങളെല്ലാവരും നല്ല റാഹത്തിൽ മുത്തുനബിൻ്റെ ആ മദ്ഹ് ചെല്ലുക. നമുക്ക് ദ്വാരക്ക. നിങ്ങളെല്ലാവരും ഉള്ള പൈസ നല്ല സംഭാവന തരണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവന് ഒരാൾക്ക് പൈസ തീരെയില്ല, എന്നാലും കൈപിടിക്കാൻ മടിക്കണ്ട. അള്ളാഹു നമ്മുടെ ബന്ധം സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി, ഹബീബായ തങ്ങളുടെ വജ്ഹിലെത്തിക്കുന്ന ബന്ധമാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ. ഉറക്കെ ചൊല്ലു. എല്ലാവരും അവിടെ ഇരിക്കുക. കഴിഞ്ഞിട്ട് മുസാഫത്ത് കഴിഞ്ഞിട്ടിരിക്കുക.
لا إله إلا الله محمد رسول الله أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قدمتني مشربي كلمتني يا نبي لا يزيد الحب مني أن أزورك نبي من فضلا منك لقيا وجهكم خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله هاديا إلى الطريق القادري المجتبي لا إله إلا الله محمد خير النبي يا رحيم المؤمنين اقبل دعاء عبد النبي أحمد آل وصحب تابعي خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله الله നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ ബാരക്കല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയാ ഹബീബായ തങ്ങളെ മദ്ഹ് മാത്രം പറഞ്ഞൊരു മജ്‌ലിസാണ് അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇന്നത്തെ ലോകം നന്മ പറയുന്നിടത്ത് ആളുണ്ടാവില്ല ഇന്നിപ്പോൾ ഒരു കളിയോ മറ്റോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് തമാശയും പൊട്ടിച്ചിരികളുടെയും സദസ്സാണെങ്കിൽ ആളുകൾ ഇങ്ങനെ വരും അത് ദുനിയാവിൻ്റെ ഒരു പ്രത്യേകതയാണ് പക്ഷെ നമ്മൾ മോമിനീങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല നന്മ ഉള്ള സ്ഥലത്തേക്ക് ഒട്ടി നിൽക്കണം നമ്മുടെ വയലിൽ കുറേ പാട്ടും കുറേ തമാശകളും കുറേ പൊട്ടിച്ചിരികളും അങ്ങനെ അങ്ങോട്ടാക്കിയാൽ സംഗതി ആൾ പറയാൻ നല്ല വേദാന്തം വരാറുണ്ട് പക്ഷെ അതുകൊണ്ട് കേട്ടാക്കൊന്നും ഉണ്ടാവില്ല പറഞ്ഞാക്കൊന്നും ഉണ്ടാവില്ല അള്ളാഹു നമ്മുടെ സദസ്സ് മഹാന്മാരുടെ പൊരുത്തമുള്ള സദസ്സാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ മഹാന്മാരായ മുൻഗാമികളായ വഹദന്മാരുണ്ട് ഉസ്താദുമാർ അവരൊക്കെ വഹദ് വല്ലാതെ എഫക്റ്റ് ചെയ്യും കേൾക്കുന്നവരുടെ കൽവിൽ ഇപ്പോൾ പറയുന്നതൊക്കെ തന്നെ കൽവിൽ തട്ടുന്നില്ല പിന്നെ എങ്ങനെ കേൾക്കുന്നവന് തട്ടുക
ഇദാ ഖറജൽ കലാമു മിനൽ ഖൽബി വഖഅ ഫിൽ ഖൽബ്. പറയുന്നവൻ കൽബ് കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവൻ ഹൃദയം കൊണ്ട് അത് സ്വീകരിക്കും. ഇദാ ഖറജൽ കലാമു മിനൽ ലിസാനി വഖഅ ഫിൽ ഉദ്ൻ. സംസാരിക്കുന്നവൻ വെറുതെ നാവ് കൊണ്ട് വാചക കസറത്ത് നടത്തിയാൽ അത് കേൾക്കുന്നവൻ്റെ കാത് തട്ടിയിട്ട് പറയും നല്ല പ്രസംഗം, അതിനോടെ കഴിഞ്ഞ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. നമ്മുടെ മനസ്സ് അള്ളാഹു തല ശുദ്ധിയാക്കി തരട്ടെ. എല്ലാ റഹ്മത്തും അള്ളാഹു ചെയ്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. أرحم الراحمين يا ملك الجبار يا الله. സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെ മാപ്പ് ചെയ്യണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, ഈ മഹത്തായ മജ്ലിസിന് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ ഉള്ള ഉസ്താദുമാർ, ഇവിടെ വന്നു ചേർന്ന ഈ സദസ്സിലെത്തിയ മോമിനീങ്ങൾ, അവരുടെ കുടുംബക്കാർ, റബ്ബേ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഒരുമിച്ച് കൂടി നൂറുകണക്കായ മോമിനീങ്ങൾ, മുസാഫത്ത് ചെയ്യുന്നവർ, സംഭാവന നൽകുന്നവർ, ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, റബ്ബേ ഞങ്ങൾക്കും അവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യം ചെറുതും വലുതുമായി ചെയ്തു പോയ സകലമാന തെറ്റുകളെയും മാപ്പ് ചെയ്യണം അല്ലാ. ഞങ്ങളാരെയും നീ ദോഷികളായി മരിപ്പിക്കല്ലേ അല്ലാ. ചെറിയ ഞങ്ങളെ മക്കളെ മൈനറുകളായ മക്കളെ യതീമുകളാക്കി, യുവതികളായ ഞങ്ങളെ ഭാര്യമാരെ വിധവകളാക്കി, ഞങ്ങളാരെയും നീ റൂഹ് പിടിക്കല്ല അല്ലാ. ഞങ്ങളെല്ലാ സമയങ്ങളും അധികവും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. നിന്റെ കാവലല്ലാതെ കാവലില്ല അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബക്കാർ, കൂട്ടുകാർ, ഞങ്ങളുടെ സ്നേഹികൾ എല്ലാവർക്കും നീ കാവല് നൽകണം റഹ്മാനെ, കാവല് നൽകണം അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾക്കോ ഞങ്ങളുടെ സ്നേഹികൾക്കോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ കൂട്ടുകാർക്കോ ഒരാൾക്കും നീ ക്യാൻസർ വിധിക്കല്ല അല്ലാ. മാരകമായ ക്യാൻസർ രോഗം തരല്ലേ അല്ലാ, ട്യൂമർ തരല്ലേ അല്ലാ, അപ്പൻഡിക്സ് തരല്ലേ അല്ലാ, അറ്റാക്ക് തരല്ലേ അല്ലാ, കിഡ്നികൾക്ക് തകരാറ് നൽകല്ലേ അല്ലാ, വാതരോഗികളാക്കല്ലേ അല്ലാ, ശ്വാസം മുട്ട് നൽകല്ലേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, കാഴ്ച ശക്തി, കേൾവി ശക്തി, സംസാര ശക്തി, ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒന്നും നീ തിരിച്ചെടുക്കല്ലേ അല്ലാ. കുടുംബജീവിതം തകർന്നു പോകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ആളുകളെ മുമ്പിൽ അഴിബാകുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. ഇബാദത്തിന് തടസ്സമുണ്ടാകുന്ന രോഗങ്ങളെ തരല്ല അല്ലാ. റബ്ബേ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, കൗണ്ട് ഒക്കെ കൂട്ടി കുറച്ച് നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഒക്കെ നീ നോർമലാക്കി നിലനിർത്തണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, അത്തരം രോഗങ്ങളോ രോഗാണുക്കളോ രോഗലക്ഷണങ്ങളോ ഞങ്ങൾ ആരുടെയെങ്കിലും തടികളിൽ ഉണ്ടെങ്കിൽ രാജാവായ റബ്ബ് നീ ഞങ്ങളറിയാതെ ശിഫയാക്കണം അല്ലാ. അത്തരം രോഗികളാണ് ഞങ്ങളെന്നാളുകൾ അറിഞ്ഞ്, കുടുംബക്കാരറിഞ്ഞ് അവര് വന്ന് ഞങ്ങളെ സങ്കടത്തോടെ സമീപിക്കുന്ന, ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കരുതേ രാജാവേ. സാധുക്കളായ അടിമകളായ ഞങ്ങൾ ഒരാളെ മുമ്പിലും വഷളാക്കരുതേ റബ്ബേ, ആരെ മുമ്പിലും അഴിബാക്കരുതേ റബ്ബേ. ആര് ഞങ്ങൾ അഴിബാക്കിയാലും അകറ്റിയാലും നീ രാജാവാകുന്ന റഹ്മത്തുൽ ആലമീനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്സത്ത് കൊണ്ട് റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടിപ്പിടിക്കണം റഹ്മാനെ, നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങൾ, കേസിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ഥാപനങ്ങൾ, ഞങ്ങൾക്ക് ഖൈറായ തീരുമാനം വിധിയും നിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കണം റഹ്മാനെ. തുടങ്ങിയ സ്ഥാപനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ കൊണ്ടുപോകാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് ലായക്കായ സ്ഥലവും റഹ്മത്തും ചെയ്തു തരണം അല്ലാഹ്. എല്ലാ കാര്യങ്ങളിലും ഈ നാട്ടിലുള്ള സകല മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ഉള്ളാളത്തു സയ്യിദ് മദനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, എല്ലാ മശായിഖുമാരുടെയും ബറക്കത്ത് കൊണ്ട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്. ഉച്ചലയിലും മറവിട്ട് കിടക്കുന്ന മഹാന്മാരും
അതാ ചിലങ്കോട് മറവിട്ട് കിടക്കുന്നമായി പരിസരങ്ങളിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ കാര്യങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. റബ്ബേ ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ല, കടങ്ങൾ വർദ്ധിപ്പിക്കല്ലേ അല്ല, ഉള്ള കടങ്ങൾ വീട്ടാൻ ഭാഗ്യം നൽകണേ അല്ല, വീടുകൾ നൽകണേ അല്ല, വീട്ടിൽ ബറക്കത്ത് ചെയ്യണേ അല്ല, വീടില്ലാത്തവർക്ക് നൽകണേ അല്ല, തുടങ്ങി വെച്ചത് പൂർത്തിയാക്കി തരണേ അല്ല. പടച്ചവനെ ഞങ്ങൾക്ക് തരാൻ വേണ്ടി വാഗ്ദാനം ചെയ്ത പലരും ഉണ്ട്, എല്ലാവർക്കും നീ അത് തരാൻ ഭാഗ്യം നൽകണേ അല്ല, ഭാഗ്യം കൊടുക്കണേ അല്ല, ഞങ്ങൾ കിട്ടാനുള്ള ഹക്കുകൾ എത്തിക്കണേ അല്ല. ഹക്കുകളോട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ല. അർഹമർ റഹീമേ, ചെറുപ്പക്കാര് സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായി ഇണകൾ നൽകണേ അല്ല, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ല, ഉള്ള മക്കളെ റഹ്മത്തിലാക്കണേ അല്ല. ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ദാക്കിരീങ്ങൾ, ആശിഖീങ്ങളായ മാദിഹീങ്ങളായ നല്ല ദീനിന്റെ ഖാദിമുകളായ മക്കളെ തരണേ അല്ല. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് എത്രയോ തവണ പരിശുദ്ധ ഹറമിലെത്താൻ ഭാഗ്യം നൽകണേ അല്ല. സാധുക്കളായ ഞങ്ങൾ ഉംറ യാത്ര ഉദ്ദേശിക്കുന്ന ഹജ്ജ് യാത്ര ഞങ്ങളെ മനസ്സിൽ വലിയ ആശയായി നിലനിൽക്കുന്ന നീ തൗഫീഖ് നൽകണം റഹ്മാനെ. സാഹചര്യം നീ ഒരുക്കി തരണം റഹ്മാനെ. ഞങ്ങൾ ഉംറക്ക് പോകാൻ ഇപ്പോൾ റമദാനിന് മുമ്പായിട്ട് ഉംറക്ക് പോകാൻ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ പലരുമുണ്ട്. സന്തോഷത്തോടെ പോയി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹബീബായ തങ്ങളെ തിരിച്ചു വരുന്നതിന് മുമ്പൊന്ന് കാണാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ കൂടെയുള്ള ഹാജിമാർക്ക് ഒരു പ്രയാസമില്ലാതെ പ്രശ്നമില്ലാതെ സന്തോഷത്തോടെ മഖ്ബൂലും മബ്റൂറുമായ ഉംറയും സിയാറത്തും ഒക്കെ ചെയ്തിട്ട് കുടുംബത്തിലേക്ക് അവരെ തിരിച്ചേൽപ്പിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാൻ തന്നു സന്തോഷത്തോടെ ഞങ്ങളെ ഇഷ്ടജനങ്ങൾ ദാഹജലം വാങ്ങി കുടിച്ചു ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ വജ്ഹ് കണ്ട് നിന്റെ ലിഖാഹ് പ്രതീക്ഷിച്ച് റബ്ബേ കലിമത്തു ഷഹാദ ഉച്ചത്തിൽ ഞങ്ങളെ ചുറ്റുഭാഗത്തുള്ളവർക്ക് കേൾക്കുകയും അവർക്ക് തുമൈനീനത്ത് ഞങ്ങളെ മരണം കൊണ്ട് കിട്ടുകയും ചെയ്യുന്ന നിലക്ക് സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ്. ആ സമയത്ത് ഇബ്ലീസുൽ ലഈനിന്റെ ശർറിൽ പെടുത്തല്ലേ അല്ലാഹ്. അർഹമർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളുടെ നാട്ടിലുള്ള മരണം നീ ഞങ്ങൾക്ക് കണക്കാക്കിയിട്ടില്ലെങ്കിൽ നിന്റെ പരിശുദ്ധമായ ഹറമിൽ വെച്ച് ഞങ്ങളെ ഉമ്മ പ്രസവിച്ച ദിവസം പോലെ നല്ല തിളക്കമുള്ള ഈമാൻ തന്നു ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ ചാരത്താറടി മണ്ണ് കിട്ടുന്ന നിലക്ക് ബഖീയിൽ ഉറങ്ങാൻ ഭാഗ്യം കിട്ടുന്ന നിലക്ക് മദീനയിൽ ഞങ്ങളെ റൂഹനെ പിടിക്കണം അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടവരുടെ ഖബറുകൾ ഞങ്ങളെ ഖബറും പ്രകാശിപ്പിക്കണേ അല്ല. വലത് കൈയിൽ കിതാബ് നൽകണേ അല്ല. തിന്മകളെ മായ്ച്ചു കളയണേ അല്ല. നന്മകൾക്ക് വർധനവ് നൽകണേ അല്ല. അർശിന്റെ തണൽ നൽകണേ അല്ല. ഹബീബായ തങ്ങളെ ശഫാഅത്തും ഹൗദുൽ കൗസറും നൽകണേ അല്ല. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഹിസാബിന് വിളിച്ചാ കാണിക്കാൻ ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടിയുമില്ല. അതുകൊണ്ട് നിന്റെ മഹാന്മാരെ ഇബാദുകളെ നീ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുമ്പോ സുറാത്ത് കടത്തുമ്പോ ഞങ്ങളെ അയ്ബുകൾ നീ വെളിവാക്കിയാ ഞങ്ങൾ വഷളായി പോകുമല്ലാ. ഞങ്ങളെ അയ്ബുകളാരുടെ മുമ്പിലും വഷളാക്കാതെ തുറക്കാതെ സത്താറിൽ ഒഴിവായ രാജാവായ നീ ഹിസാബില്ലാതെ സുറാത്തു കടത്തി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തൊന്ന് കാണിച്ചു തന്നു. ഹബീബായ തങ്ങൾ പുതിയ പിളയായി അണിഞ്ഞൊരുങ്ങുന്ന കല്യാണത്തിനൊന്നു കൂട്ടി എല്ലാ സ്വർഗീയ സുഖങ്ങളും മറന്നുപോകുന്ന ആനന്ദമായ നിന്റെ ലിഖാഅ് തരണം അല്ലാഹ്. ഈ സദസ്സ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന സദസ്സാക്കരുതേ റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് തവണ ദീനീ ദൈവത്തിന്റെ വഴിയിൽ ഇടപെടാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളും ഈ നാട്ടുകാരും തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് തീർക്കാതെ ഹബീബായ തങ്ങളിലേക്കും നിന്റെ ലിഖാഇലേക്കും എത്തിക്കുന്ന ബന്ധമാക്കി നിലനിർത്തി തരണം അല്ലാഹ്. ഇവിടെ ഉസ്താദുമാര് കമ്മിറ്റിക്കാരുടെ അടുക്കൽ ദുആ കൊണ്ട് ഏൽപ്പിച്ച പലരുമുണ്ട്. എല്ലാവർക്കും നീ അവരുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ആദ്യമായി നിലനിർത്താൻ പോകുന്ന റാത്തിബത്തുൽ ജലാലിയ എന്ന ഞങ്ങളേറെ താല്പര്യപൂർവ്വം കാണുന്ന ജലാലിയ റാത്തീബ്, അത് ഖിയാമത്ത് നാൾ വരെ സന്തോഷത്തോടെ നടത്താൻ ഈ നാട്ടുകാർക്ക് തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. അതിന്റെ ഉദ്ഘാടന ദിവസമായ വ്യാഴാഴ്ച അതൊരു വലിയ സംഭവമാക്കി മോമിനീങ്ങളായ ദാക്കിരീങ്ങളായ ആശിഖീങ്ങളായ മുഅ്മിനീങ്ങളെ കൊണ്ടും എത്രയോ അർവാഹുകളെ കൊണ്ടും മുഖറബുകളായ മലക്കുകളെ കൊണ്ടും നിറഞ്ഞ് കവിയുന്ന ഒരു സദസ്സാക്കി നീ വലിയ സ്വീകാര്യത നൽകണം അല്ലാഹ്.
ربنا لا تردنا أيدينا خائبين خاسرين بسبب ذنوبنا وقلة شكرنا وغفلتنا، بل تقبل منا بمحض فضلك وجودك وكرمك ولطفك ومنك وإحسانك يا أكرم الأكرمين ويا غياث المستغيثين ويا أرحم الراحمين. وبفضل صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. നമ്മളെല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിന് ഖൈറുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.